നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പം പ്രൊഫസർ സി രവിചന്ദ്രൻ, സ്വതന്ത്ര ചിന്തകൻ, അധ്യാപകൻ, പ്രഭാഷകൻ, വലിയൊരു മൂവ്മെൻറ്റുമായിട്ട് നിൽക്കുകയാണ് എസെൻസ്. ഇപ്പോൾ എസെൻസ് ഗ്ലോബൽ ലിറ്റ്മസിൻ്റെ 5ാമത്തെ എപ്പിസോഡ് വരുന്നു. സർ, ലിറ്റ്മസ് ഇത്രയും 5 വർഷങ്ങൾ ഇങ്ങനെ പോയി, എസെൻസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നു. ഈ 5 വർഷം ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക്? ചെറിയ മാറ്റങ്ങളുണ്ടാകും. അങ്ങനൊരു വലിയ മറുപ്പൊന്നും കേരളത്തിൽ സാധ്യമല്ലല്ലോ. ഇറ്റ്സ് ഓൾ എന്താണ് പറയുന്നത്, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ ഗ്രൂപ്പുകളാണ്, സോഷ്യൽ ഗ്രൂപ്പുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടൊരു ഒരു വലിയ വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നില്ല, പക്ഷേ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോസിറ്റീവായ മാറ്റം എന്ന് പറയുമ്പോൾ ഈ എസെൻസിൻ്റെ ഒരു ലക്ഷ്യം ആൾക്കാരെ മതം വിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതം വിട്ട് ചിന്തിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്, അത് ഈ വർഷം തോറും നമ്മുടെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുന്നുണ്ടോ? കൂടുതൽ ആൾക്കാർ സ്വതന്ത്ര ചിന്തയിലേക്ക് വരുന്നുണ്ടോ? കേരളത്തിൽ മതം വിടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. അതിനകത്തൊരു ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുന്നുണ്ട്. അത് വേണ്ടത്ര നിരക്കിൽ കൂടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഒരു കുറേ നല്ലൊരു ചോദ്യം തോന്നുന്നു. പിന്നെ ആദ്യം ചോദിച്ചത് ഇത് കൂടുതൽ ആളുകൾ സ്വതന്ത്ര ചിന്തയിലേക്ക് വരുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഒരുപാട് കെട്ടുപാടുകളും കണക്ഷൻസും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മലപ്പുറത്ത് അവിടെ ഒരു മതം വിടുന്ന ഒരാൾക്ക്, അയാളൊരു ബിസിനസ്സുകാരനാണെന്നിരിക്കട്ടെ, കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, അയാളുടെ കടയിൽ നിന്ന് ആളുകൾ സാധനം വാങ്ങിക്കില്ല, അയാളെ സഹകരിപ്പിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതം വഴിമുട്ടും. അപ്പോൾ ഈ മതം വിടുക എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള സമ്മർദ്ദമല്ല ആളുകളുണ്ടാക്കുന്നത്. ചിലയിടത്ത് അത് ഓൾമോസ്റ്റ് ഭയങ്കര ഒരു പീഡനമാണ്, ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം വ്യത്യസ്ത നിരക്കിൽ ആളുകൾ മതത്തോട് നിരാകരണം പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് മേ നോട്ട് ബി ഫുൾ ഓൾവേസ്, ബട്ട് ഇൻ ഡിഗ്രീസ്, ഡിഫറെൻറ്റ് ഡിഗ്രീസ്. മതം എന്ന് പറയുന്നത് ഒരു, ഇപ്പോൾ നോക്കൂ, മതവിമർശനം കുട്ടികളുടെ ഇടയിൽ തന്നെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊരു കോമഡി ആയിട്ട് കാണുന്നു. അങ്ങനെ ഒരു ആശയതലത്തിലൊരു മാറ്റം ദൃശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി വിടുമ്പോൾ ഒരാൾ നേരിടുന്ന അതേ അനുഭവങ്ങൾ, ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തലുകൾ, ഊരുവിലക്ക് എന്ന് പറഞ്ഞൊരു സംഗതി മതം വിടുന്നവരും നേരിടുന്നുണ്ട് എന്നാണ് സാർ പറയുന്നത്. ആ ചോദ്യം തിരിച്ചിടണം. ഈ മതം വിടുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്നു എന്നാണ് പറയേണ്ടത്. ഇത് പാർട്ടികളുടെ സംഭാവനയല്ല, ഇത് ശരിക്കും മതാത്മകതയാണ്, റിലീജിയസിറ്റി എന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മതങ്ങൾക്കെതിരെയാണ്. മതങ്ങൾക്കെതിരെ എന്നല്ല, റിലീജിയസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതാത്മകത എന്ന് പറഞ്ഞാൽ തെളിവില്ലാതെ യുക്തിരഹിതമായ കാര്യങ്ങൾ ആഘോഷിക്കുന്ന ഒരു പ്രവണതയാണ് ഈ റിലീജിയസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ISROയിൽ റോക്കറ്റ് വിടുമ്പോൾ തേങ്ങയടിക്കുന്നതും റിലീജിയസിറ്റിയാണ്. അത് ശാസ്ത്ര രംഗത്ത് പോലും ആ റിലീജിയസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. നിഗൂഢതയിൽ വിശ്വസിക്കുക, ഇലൂമിനാറ്റിയിൽ വിശ്വസിക്കുക, ജൈവ കൃഷിയെ പൊക്കി നടക്കുക, ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുക, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണെന്ന് പറയുക. ഇതെല്ലാം തന്നെ അന്ധവിശ്വാസപരമാണ്, തെളിവില്ലാത്തതാണ്, ആ അർത്ഥത്തിൽ വെളിവില്ലാത്തതുമാണ്. അതാണ് ഈ മതാത്മകത എന്ന് പറഞ്ഞത്, റിലീജിയസിറ്റി. ഈ റിലീജിയസിറ്റി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മതം. ഇപ്പം മതവുമായി ബന്ധപ്പെട്ട് ദൈവം ഉണ്ടാവും, ചാത്തനുണ്ടാവും, മാടയുണ്ടാവും, മറുതയുണ്ടാവും, പിന്നെ വേറെ സാധനം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ സ്വർണ്ണച്ചേന എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് മുട്ട എന്ന് പറഞ്ഞാലും നിങ്ങളത് സ്വീകരിക്കുകയോ അത് ചർച്ചയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ചിന്താരീതിയുടെ പ്രശ്നമാണ്. അതാണ് റിലീജിയസിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ റിലീജിയസിറ്റിയുടെ ഡിഗ്രി അല്ലെങ്കിൽ നിരക്ക് സമൂഹത്തിൽ കുറച്ചുകൊണ്ട് വരികയും ശാസ്ത്രീയമായ ഒരു വീക്ഷണം അല്ലെങ്കിൽ യുക്തിസഹമായിട്ടുള്ള ഒരു ചിന്താരീതി അതുണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എസെൻസിനെ പോലെയുള്ള സംഘടനകൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാർ പറഞ്ഞത് ഈ മതം ഒരു കോമഡി ആയിട്ട് പിള്ളേർ കണ്ടു തുടങ്ങി. സാർ അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്താണ്? അല്ല, എല്ലാവരും കണ്ടെന്നല്ല, കുട്ടികൾക്ക് പലർക്കും അറിയില്ല. ഞാൻ പറയുന്ന 80% നമ്മുടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവർ ഈ പറഞ്ഞ അവരെ റീൽസിലൊക്കെ വരുമ്പോഴാണ് അവർ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഒരു റീൽസ് ജീവിതമാണ് കുട്ടികൾക്ക് ഇന്നുള്ളത്, വിദ്യാർത്ഥികൾക്ക് പൊതുവെ. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരു റിഫ്ലക്ഷനായിട്ട് എടുക്കാമെങ്കിൽ ഇന്ന് മതം പഴയതുപോലെ അവരെ ചരക്കുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ മടിക്കുന്നുണ്ട്. ഇപ്പോഴും എസ്പെഷ്യലി ഈ മതങ്ങൾ, കേരളത്തിലെ എല്ലാ മതങ്ങളും ഒരേപോലെയല്ല. ഇപ്പോൾ ഒരു വളരെ വിറുവിൻ്റായിട്ട് ഇപ്പോഴും ഒപ്പോസ് ചെയ്യുന്നത് ഇസ്ലാം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹിന്ദുമതം, ക്രിസ്ത്യാനിറ്റി, അവരൊക്കെ കുറേ കൂടെ അക്കോമഡേറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള ഈ ബ്ലോസ് ഏറ്റുവാങ്ങുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ സഹിഷ്ണുത എത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഗ്രാജ്വലായി ആശയപരമായി രക്തം ചിന്താതെ വയലൻസ് ഇല്ലാതെ നമ്മളുണ്ടാക്കുന്ന ചിന്താപരമായ മാറ്റമാണ്.
ഇപ്പോൾ എസൻസ് ഇപ്പോൾ ലിറ്റ്മസിനോടനുബന്ധിച്ചൊരു സോഷ്യൽ ഒരു ഇൻട്രാക്ഷൻ പ്രോഗ്രാം നടത്തിയിരുന്നു. ബ്രെയിൻ സർജറി എന്നാണ് അതിൻ്റെ പേര്. അതായത് രക്തം കിരിയാതെ, സ്കേപ്പൽ ഉപയോഗിക്കാതെ, കത്തി ഉപയോഗിക്കാതെ സമൂഹത്തിൻ്റെ ബ്രെയിൻ, സോഷ്യൽ ബ്രെയിനെ നമ്മൾ സർജറി ചെയ്യുകയാണ്. അതിനെ ശാസ്ത്രത്തിൻ്റേതായ ചിന്താരീതിയിലേക്ക് സമൂഹത്തിൻ്റെ പൊതു ചിന്താരീതിയെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ആർട്ടിക്കിൾ 51H ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇതേ കാര്യമാണ്. നമ്മളതാണ് ചെയ്യുന്നത്. നമ്മൾ ഭരണഘടനാപരമായ ഒരു ദൗത്യം നിങ്ങളും ഞാനും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ കാര്യം അതിന് തടസ്സമായി നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഏത് ലക്ഷ്യമുള്ളവരാണ്? ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായം, എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ഹിന്ദുമതം ഈ ആചാരപരമായ കാര്യങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അത്രത്തോളം കടുംപിടുത്തം പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഈ കടുംപിടുത്തം പിടിക്കുന്ന ഇസ്ലാമിൽ നിന്ന് ആൾക്കാർ ധാരാളമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്ത് മൂവ്മെൻ്റാണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്? ഐ ഡോണ്ട് ബിലീവ് ഇൻ എക്സ് മുസ്ലിം, ദ കോൺസെപ്റ്റ് കോൾഡ് എക്സ് മുസ്ലിം. എല്ലാവരും മിക്കവാറും എത്തീസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ബേസിക്കലി ദേ ആർ എക്സ് റിലീജിയസ്. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതിൽ പറയാം. ഇപ്പോൾ ഒരു കോഴി വേണമെങ്കിൽ എക്സ് മുട്ട എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, കോഴി എന്നേ പറയാറുള്ളൂ. മുട്ടയിലായിരുന്നു. നമ്മളൊരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു പഴയ മതത്തിൻ്റെ ടാഗ് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പില്ല. പക്ഷേ എന്നാലും എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദേ കം ഔട്ട് ഓഫ് ഇസ്ലാം. എന്തുകൊണ്ടാണ് അത് കൂടുതലായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം ബേസിക്കലി ഒരു 24/7 മതമാണ്. അത് വല്ലപ്പോഴും അല്ല. അത് ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട്, എന്താണ്, കക്കൂസിലും കുളിമുറയിലും വരെ ഇടപെടുന്ന ഒരു മതം എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പം അതിൻ്റെ ഞെരുക്കം ആളുകൾക്ക് കൂടുതലാണ്. അപ്പം ഞെരുക്കം കൂടുമ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പോലെ അതിനോടുള്ള പ്രതിരോധവും അതിനുള്ള നിരാകരണവും വർദ്ധിക്കും. അതേസമയം ഇപ്പോൾ ഹിന്ദുമതത്തിലോ അല്ലെങ്കിൽ ഈവൻ ക്രിസ്ത്യാനിറ്റിയിൽ പോലും കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഞെരുക്കം പൊതുവിൽ കുറവാണ്. അതൊരു വസ്തുതയാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് അവിടേക്ക് പ്രധാനമായിട്ട് ചെക്ക് പോസ്റ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിവാഹം, മരണം, നൂലുകെട്ട്, പിന്നെ സഞ്ചയനം, ഇങ്ങനെയൊക്കെ ഓരോരോ ഘട്ടങ്ങളിലാണ് ഈ മതം അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാണ് അവിടെ ചെക്കിങ് കാര്യമായിട്ടുള്ളത്. അതേസമയം ഇസ്ലാമിൽ വഴിനീളെ ചെക്കിംഗ് ആണ്, വഴിനീളെ പോലീസുകാർ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഞെരുക്കത്തിലുള്ള വ്യത്യാസം അതിനോടുള്ള പ്രതികരണത്തിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇസ്ലാമിൽ നിന്ന് കൂടുതൽ ആളുകൾ പുറത്തു വരികയും വരുന്നവർ തന്നെ വളരെ വിറുലൻ്റായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം ഉണ്ടായ വളരെ പ്രചാരമുള്ളൊരു മതം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പരിഷ്കരണത്തിനെടുക്കുന്നൊരു കാലതാമസം ആ രീതിയിലാണ്, അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഈ സ്വാഭാവിക പരിണാമമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് സാർ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, അത് പറയാറുണ്ട്. അപ്പോൾ 1400 വർഷമൊക്കെ പരിഷ്കരിക്കാൻ ഇനഫ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആളുകൾ പറയും ക്രിസ്ത്യാനിറ്റി 2000 വർഷമായില്ലേ, അത് ഈ നിലയിലെത്തിയില്ലേ, അപ്പോൾ ഇസ്ലാം അങ്ങനെ ആയിക്കൊള്ളും എന്നാണ് പൊതുവിൽ ഒരു ഒരു അപ്പീസ്മെൻറ്റ്, അതൊരു മെസ്സാജിങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് 1400 years എന്ന് പറയുന്നത് തന്നെ ഒരു ഈ വളരെ ക്രൂഡായിട്ടുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ഡോക്ടറിന് പരിഷ്കരിച്ച് വരാനുള്ള സമയം, ആവശ്യത്തിനുള്ള സമയം ആണ്. അത് ഇറ്റ്സ് ഇനഫ് എന്നാണ് എൻ്റെ ഒരു വാദം. പക്ഷേ പീപ്പിൾ ചെയ്ത് അവർക്ക് കുറേ 300 വർഷം കൂടെ കൊടുക്കൂ, 400 വർഷം കൂടെ കൊടുക്കൂ എന്നൊക്കെ ചില അപ്പോളജിസ്റ്റുകൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ വിയേഡായിട്ടുള്ള ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈശ്വരൻ, ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിന് ഇപ്പോൾ പ്രചാരം എങ്ങനെയാണ് സാർ മനസ്സിലാക്കുന്നത്? ദൈവം എന്ന് പറഞ്ഞാൽ കൊതിയാൻ പേടി, അത്രേ ഉള്ളൂ. നിങ്ങളെ കൊതിപ്പിക്കുന്നു, നിങ്ങളതിനായിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്നു, പേടിപ്പിക്കുന്നു, നിങ്ങളത് ചെയ്യാതിരിക്കുന്നു. തെളിവുകളൊന്നുമില്ലെങ്കിലും കൊതിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഒരു മസ്തിഷ്കമാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ സ്ഥിരം പ്രേക്ഷകർക്ക് ആവർത്തനപരമായിട്ട് തോന്നുമെങ്കിലും ഇപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് ബിനോയ് കൃഷ്ണൻ്റെയൊക്കെ പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ, മീൻ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മീനിൻ്റെ മുള്ള് കുരുങ്ങിയാകാം എന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. നിങ്ങൾ കരുതുന്നത് ഞാൻ ഈ ഇൻ്റർവ്യൂവിനിടയിൽ തമാശയായിട്ട് പറഞ്ഞാണ്, ഇതൊന്നും നടക്കാൻ പോലെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കഴിക്കുന്നത്. നിങ്ങളിങ്ങനെ ലോഡ് ഓഫ് നിങ്ങളുടെ ബ്രെയിൻ രണ്ടായിട്ടായിരിക്കും അതിനെ ചിന്തിക്കുന്നത്. ഒന്ന് ഇങ്ങനെ ഇത് തമാശയായിട്ട് പറഞ്ഞാണ്, ഞാൻ ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങുന്ന ആളല്ല, ഞാൻ CTVയുടെ ആങ്കറാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങളിന്ന് ഉച്ചയ്ക്ക് മീൻ കഴിക്കുമ്പോൾ, മുള്ളെടുക്കുമ്പോൾ ഒരു ചെറിയ പിടുത്തം അറിയാതെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭീഷണികൾ പോലും നമ്മളുടെ ബ്രെയിൻ കാര്യമായിട്ട് എടുക്കും. പക്ഷേ നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് അതിനെ നിരാകരിക്കും, ഇത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്നാലോചിച്ചപ്പോൾ പ്രേതങ്ങളെക്കുറിച്ചും ദൈവകോപത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എത്ര കാര്യമായിട്ടായിരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രാകൃത അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ബ്രെയിൻ അതിനെ കൺസിഡർ ചെയ്യാൻ നോക്കുക. പക്ഷേ നമ്മളുടെ
കുറച്ചുകൂടെ ഈ ഫ്രണ്ടൽ കോർട്ടക്സ് വെച്ച് നമ്മൾ ഇതിനകത്ത് കാര്യമൊന്നുമില്ല, ഇത് ചുമ്മാ തമാശയാണ്. അത് നമുക്ക് കഴിയും. ആ കഴിയാൻ പലർക്കും അങ്ങനെ കഴിയുന്നില്ല. അവർ അത് ദേ ആർ വെരി സീരിയസ് അബൌട്ട് ദ ത്രെട്സ് പലരും നിങ്ങൾ ഒരു ത്രെട്ട് നിങ്ങൾ ഒരു സമൂഹത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന റേറ്റ് ഓഫ് പാനിക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഒരു 80% ആളുകൾ ശരിക്കും പേടിച്ചു, 10% ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. റിമൈനിങ് 10% മാത്രമായിരിക്കും ഇത് കാര്യമില്ല, ഇത് ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിനെ പ്രതികരിക്കുക എന്നുള്ള രീതി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ത്രെറ്റ് ആൻഡ് ഡിസയർ, കൊതി ആൻഡ് പേടി, കൊപ്പെ, മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഡ് ഫോം. സാർ ഇത് പറയുമ്പോൾ 2000-ന് തൊട്ട് മുമ്പ്, 2000 ആണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് പണ്ടെപ്പോഴോ കേട്ട ഒരു കാര്യം, 2000 ആണ്ടിൽ ലോകം അവസാനിക്കും എന്നുള്ളതായിരുന്നു. അവസാനിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് പലരും കാത്തിരുന്നതായിട്ട് കേട്ടു. നമ്മളൊക്കെ അന്ന് പയ്യന്മാരാണ്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അവസാനിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഇനിയും അതിന് സമയമുണ്ട് എന്നൊരു വിശദീകരണം ഇവിടെ വന്നു. അപ്പോൾ സാറി പറഞ്ഞതനുസരിച്ച് ഈ കൊടുക്കുന്ന ത്രെറ്റ്, ഈശ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിലേക്ക് വരും എന്ന ഒരു സംഗതി ഇവിടെ അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതുവരെ വന്നില്ലെന്നല്ല ഉള്ളൂ, വരാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് പറ്റുന്നു എന്നൊരു കാര്യം കൂടെ ഇല്ലേ? അല്ലെങ്കിൽ അല്ല, അതിനേക്കാളല്ലേ ഈ ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ത്രെട്ട് അവേഴ്സീവ് ആൻഡ് റിസ്ക് അവോയ്ഡിങ് ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് നമുക്കുള്ളത്. അത് നമ്മൾ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ്. ചെറിയൊരു വലിയൊരു ശബ്ദം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പ്രൈമറി ബ്രെയിൻ പറയുക വിട്ടോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുക ചെയ്യുന്നത്. അത് ചിലപ്പോൾ നല്ലൊരു പഴുത്ത ചക്ക അടന്ന് അവിടെ വീണായിരിക്കും. അത് ഒരാഴ്ചയ്ക്ക് നമുക്ക് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തിന് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കളക്റ്റീവ് ഫാമിലിക്ക്. പക്ഷേ നമ്മൾ ഇതിൽ ഭൂരിപക്ഷം ആളുകൾ ഓടിയിട്ടുണ്ടാവും. അങ്ങനെ ഓടാതെ നിന്ന് ഇത് തിരിച്ച് എന്താ നോക്കിയ ആളുകളുടെ തലമുറയാണ് നമ്മൾ. അപ്പോൾ നമ്മളിൽ ഭയം കുറവായതുകൊണ്ട്, നമ്മൾ 100% ഭയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, ഇപ്പം അവരെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് മനുഷ്യരെ ഭയപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു കല്ലിനെ ഒന്ന് കുനിഞ്ഞാൽ തന്നെ പട്ടി ഓടും. നമ്മളാണെങ്കിൽ കല്ല് കുനിഞ്ഞോ കല്ലെടുത്തോ, ആ കല്ല് എത്ര വലുതാണ്, ദൂരം എത്ര ആണെന്നൊക്കെ നോക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് വളരെ ദൂരം നിന്നൊരാൾ കല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവ ഇറങ്ങിയോടെ വരില്ല, നമ്മൾ ആ കാൽക്കുലേഷൻ ഡിസ്റ്റൻസ് എല്ലാം ചെയ്യും. നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ കമ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള ബ്രെയിനാണ്. അതേസമയം ഈ ജീവികളുടെ നോക്കൂ, അവർ പെട്ടെന്ന് തന്നെ അപ്സെറ്റായിട്ട് അതിനെ മാറി ഇത് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പരിണമിച്ചു എങ്കിലും അടിസ്ഥാന പ്രോഗ്രാം എന്ന് പറയുന്ന ഈ കൊതിയും പേടിയും അത് നമ്മളിൽ വളരെ ശക്തമാണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്ഷൂട്ടാണ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ബേസിക്കലി റിലീജിയസിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കല്ലെടുക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരാണ് കൂടുതലും എന്നുള്ളത് കൊണ്ട് അതിപ്പോഴും യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഇതിലെന്താണ് കാര്യമായ മാറ്റം വരുത്താൻ പറ്റാത്തത്? അല്ല, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള വിദ്യാഭ്യാസമുണ്ട്. ഒന്ന്, നിങ്ങൾ കളക്ടിങ് മോർ ആൻഡ് മോർ ഫാക്ട്സ് ആൻഡ് ഡേറ്റ, ഇക്വേഷൻസ് കാണാൻ പഠിക്കുന്നു, A+B² എന്താണെന്ന് പഠിക്കുന്നു, അത് കാണാൻ പഠിച്ചു, സെറ്റ് കുറേ എണ്ണം പഠിക്കുന്നു, ട്രിഗ്നോമെട്രി പഠിക്കുന്നു, ഇതെല്ലാം നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ആക്ച്വലി നിങ്ങളുടെ ചിന്താരീതി അവിടെ പരിഷ്കരിക്കപ്പെടുന്നില്ല, പക്ഷേ നിങ്ങളുടെ മെമ്മറി എൻഹാൻസ്ഡ് ആവുന്നു. നിങ്ങൾ കൂടുതൽ ഫാക്ട്സ് നിങ്ങൾക്കറിയാം. നേറ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് സിവിൽ സർവീസോ അങ്ങനെയുള്ള അല്ലെങ്കിൽ റാങ്കുകളോ ഒക്കെ സമ്മാനിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം എന്നാൽ അതിനെ എങ്ങനെയാണ് ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണം അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ അധ്യാപകർ തന്നെ ചരട് കുറി ചാമ്പലുമായിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. അവർ പരീക്ഷയുടെ സമയം പറയും നല്ലോണം പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. എന്നിട്ട് 1ാം റാങ്ക് കുട്ടിയെ വേണമെങ്കിൽ അവിടെ തന്നെ ഒരു ധൂപ കൂടൊക്കെ ഉണ്ടാക്കി അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ബാക്കിയുള്ളവർക്കും ഇതാവില്ലേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയെന്ന് പറയുന്ന സംഗതി തന്നെ ഈ ദൈവവിശ്വാസികളുടെ സിലബസ് അനുസരിച്ച് വലിയൊരു കൃത്യമാണ്, ദൈവത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനമാണ്. കാര്യം ദൈവം എല്ലാ മതങ്ങളിലും എല്ലാം തീരുമാനിച്ചവനും എല്ലാം ഉണ്ടാക്കിയവനുമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ്റെ തീരുമാനത്തിന് ഒരു വ്യതിയാനം, പരിഷ്കരണം ആവശ്യപ്പെടുന്നതാണ്. കാരണം അവൻ തന്നത് സ്വീകരിക്കാനാണെങ്കിൽ ഒരു തീരുമാനമുണ്ട്, അത് മാറ്റാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇറ്റ്സ് എഗെയിൻസ്റ്റ് ഗോഡ്. അപ്പം ഇവർ പറയുന്ന സാഹിത്യം ശരിയാണെങ്കിൽ എത്തീസ്റ്റുകളാണ് ശരിക്കും ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം. നമ്മളെന്താ പറയുന്നത്, ദൈവം തന്നു, അത് നമ്മളതേപോലെ സ്വീകരിക്കുന്നു, പരാതിയില്ല, പ്രാർത്ഥനയില്ല, പുകയില്ല, ബഹളമില്ല, വെടിയില്ല, ഒന്നുമില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇഫ് ദർ ഈസ് ഒരു ഡിങ്കനോ അല്ലെങ്കിൽ ഒരു മായാവിയോ അല്ലെങ്കിൽ ഒരു അള്ളാഹുവോ ഒരു കൃഷ്ണനോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടായിരിക്കും സ്നേഹം കൂടുതൽ. കാരണം ഇവരെ കൊണ്ടൊരു ശല്യം ഇല്ലല്ലോ, ഒരു ഉപദ്രവമില്ല. കൊടുത്തത് വാങ്ങുന്നു, മാറ്റാനായിട്ട് നിവേദനമായിട്ട് പോകുന്നില്ല, കത്ത് കൊടുക്കുന്നില്ല, ADGP മാറ്റണമെന്ന് പറയുന്നില്ല, നമ്മളൊന്നും പറയുന്നില്ല. എന്താണോ സംഗതി അതനുസരിച്ച് പോകും. ഇത്രയും കൊല്ലമായിട്ട്, ഇത്രയും കാലമായിട്ട് പരിഷ്കൃത സമൂഹത്തിൽ ഈശ്വരനും മതവും കൂടെ ചേർന്ന് ചെയ്തത് എന്താണെന്നാണ്? അതായത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡ് ബ്രേക്കാണ് റിലീജിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്പീഡിൽ പോകാൻ കഴിയില്ല. ശാസ്ത്ര രംഗത്താണേലും അന്വേഷണ രംഗത്താണേലും സിവിലൈസേഷണൽ പ്രോഗ്രസ് ആണേലും
യു കനോട്ട് അച്ചീവ് ദ റിസൾട്ട്സ്. അതിൻ്റെ ആ ഒരു വേഗതയിൽ, നമുക്കുള്ള ഒരു വേഗതയിൽ നമുക്ക് പോകാൻ കഴിയില്ല. അതായത് രണ്ട് വലിയ ചാക്ക് നിങ്ങളുടെ മുതുകിൽ കെട്ടിവെച്ചിട്ട് നിങ്ങൾ നീന്തുമ്പോൾ നിങ്ങൾക്ക് ആർജിക്കാൻ കഴിയുന്ന വേഗതയും സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അതാണ് യഥാർത്ഥത്തിൽ ഈ മതം പിടിമുറുക്കിയ സമൂഹങ്ങളിൽ എന്തുകൊണ്ടാണ് മനുഷ്യരാശി, സമൂഹം, നാഗരികതയൊക്കെ പിന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അത് വിലക്കുകളുണ്ട്. അത് കാര്യം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ്. മനസ്സിലായി? അതിൻ്റെ ഫോർമേഷൻ ഇയർ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് ഓരോ മതവും. ഇപ്പോൾ ഇസ്ലാമാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7th century അറേബ്യയിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് ലോകത്തെ കണ്ടിരുന്നത്, ചന്ദ്രനെ എങ്ങനെയാണ് പിളർത്തുന്നത് എന്നൊക്കെ അവരുടെ സ്വപ്നങ്ങളും വിഹുലതകളും വിഭ്രാന്തികളും ഒക്കെയാണ് നിങ്ങൾ 21ാം നൂറ്റാണ്ടിലും അത് പിന്തുടരാനായിട്ട് ആളുകളോട് ആവശ്യപ്പെടുന്നത്, ജനിക്കാനിരിക്കുന്ന കുട്ടികളോടുകൂടി. ഇത് തന്നെയാണ് പോലെ കൃഷ്ണനോ അല്ലെങ്കിൽ യേശുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ ഇരുന്ന മോറൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്, ക്രീഡ്, മോസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്ത് പോകണം എന്നുള്ള ഒരാശയമാണ്. ഇത് മനുഷ്യരാശി പോകുന്ന അങ്ങനെയല്ല. നമ്മൾ കാളവണ്ടി എന്നും ഉപയോഗിക്കുന്നവരല്ല. നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. ഇനി മോറൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും LGBTQ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉച്ചരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ബ്രിട്ടനിൽ പോലും ആളുകളെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പിന്നെ ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആളുകൾ, അവർക്കൊക്കെ ഒന്നുകിൽ ജയിൽ ശിക്ഷ അല്ലെങ്കിൽ ആത്മഹത്യയായിരുന്നു അവർക്ക് ഇതായിട്ട് വന്നത്. ഞാനൊരു പരിപാടി തന്നെ ചെയ്തിട്ടുണ്ട്, സോറി ആലൻ എന്ന് പറയുന്ന ഒരു പരിപാടി. അലൻ ടൂറിങ് യഥാർത്ഥത്തിൽ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശംസയ്ക്ക് പാത്രമായ ഒരു ക്രിപ്റ്റോളജിസ്റ്റായിരുന്നു. ഈ നാസികളുടെ രഹസ്യ കോഡുകളൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഡീകോഡ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന് വലിയ വലിയ ഹിറ്റുകളൊക്കെ നടത്താനും ഒക്കെ സഹായിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അന്ന് ചർച്ചിൽ പറഞ്ഞിരുന്നു, ടൂറിങ്ങിനെ പോലെയുള്ളവരുടെ സേവനം ഇല്ലായിരുന്നെങ്കിൽ ബ്രിട്ടൻ അമ്പയെ പരാജയപ്പെടുമായിരുന്നു. പക്ഷേ ആ ടൂറിങ്ങിന് ഒരു വിഷം പുരട്ടി ആപ്പിൾ കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. സ്വന്തം തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായിട്ട് ഒരു ഹോമോസെക്ഷൽ റിലേഷനിൽ പിടിക്കപ്പെട്ടതാണ് പുള്ളിയുടെ പ്രശ്നം. ഇന്നത് മാറിയില്ലേ? ഇന്ന് ഗേ പ്രൈഡ് മാർച്ചുകൾ നടക്കുന്നു, ക്യോ മൂവ്മെൻറ്റുകൾ നടക്കുന്നു, LGBTയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മാറുന്നു, ഡിസ്കഷൻസ് നടക്കുന്നു, ലോകമെമ്പാടും അത് മാറുന്നുണ്ട്. അപ്പം നമ്മുടെ മൊറാലിറ്റി പോലും, നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളും നമ്മുടെ സദാചാര മൂല്യങ്ങളും, ശാസ്ത്രം പിന്നെ മാറുന്നൊന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് ഉപയോഗിച്ച ഫോൺ എന്താണ്, ഇപ്പോഴത്തെ ഫോൺ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റണ്ണിങ് ട്രെയിനാണെങ്കിൽ, മുന്നോട്ട് കുതിക്കുന്ന ഒരു ട്രെയിനാണെങ്കിൽ ആ ട്രെയിനിലുള്ള ബ്രേക്കാണ് ശരിക്കും ബ്രേക്ക്. ഇപ്പോൾ പറയും ട്രെയിന് ബ്രേക്ക് വേണ്ടത്, ആ ഒരു ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞു, മതം വഴിമുടക്കിയില്ലായിരുന്നെങ്കിൽ എന്താ ഒരു 1500 വർഷം അതറിയാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാം. മതം കൂടുതൽ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ മതം അവസാനം വഴങ്ങും. പക്ഷേ ആ കാലഘട്ടം, ഇന്നിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഫോൺ ഒരുപക്ഷെ ഒരു 100 വർഷം മുമ്പേ ഉള്ള ജനങ്ങൾ ഉപയോഗിക്കേണ്ടതായിരുന്നു പല കാലങ്ങളിൽ. അത് വേറെ പ്രൊഡക്ഷനിൽ കയറി മതം പിടിക്കുന്നതല്ല, ചിന്തകൾ, മൈക്രോ ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സിൽ മതം ഇടപെടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ മകൻ 3 പേരുണ്ട്, ഒരാൾ ഇലക്ട്രോണിക്സ് എടുക്കാൻ പറയും, എന്തൊന്ന് ഇലക്ട്രോണിക്സ് എന്ന് ചോദിക്കുന്ന ഒരു അച്ഛൻ, അവിടെ മതമാണ് അവിടെ ശരിക്കും അവൻ്റെ അവകാശത്തിന് മേലിൽ ഇടപെടുന്നു. ഈ പുതിയ വിഷയത്തെക്കുറിച്ച് അച്ഛൻ അറിയില്ല. അതായത് ഒരു പഴയ ലോക വീക്ഷണവുമായി എല്ലാ കാലത്തും മനുഷ്യൻ ജീവിക്കണം എന്നുള്ള ഒരു ഫിക്സേഷനാണ്. ഇറ്റ്സ് എ ഡേഞ്ചറസ് ഫിക്സേഷൻ. അതാണ് മതം നടത്തുന്നത്. അതിന് പക്ഷേ ക്രിസ്ത്യാനിറ്റിയൊക്കെ എത്രയോ വർഷം മുമ്പേ അതിനെ തള്ളിയതാണെന്ന് കരുതാൻ. കാര്യം ക്രിസ്ത്യാനിറ്റിയൊക്കെ വളരെ വേഗത്തിൽ പരിഷ്കരിക്കപ്പെട്ടു എന്ന് അങ്ങനെ ചിന്തിക്കാമോ? ക്രിസ്ത്യാനിറ്റി വേഗത്തിലൊന്നും പരിഷ്കരിക്കപ്പെട്ടില്ല. ലോകത്തെ ഏറ്റവും ഭീകരമായ മതങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ പരിഷ്കരണം വന്നു. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ യൂറോപ്പിലൊക്കെ വരുമ്പോൾ അതനുസരിച്ച് സെക്കുലറിസം എന്ന് പറയുന്ന ആശയം തന്നെ ക്രിസ്ത്യാനിറ്റി സപ്പോർട്ട് ചെയ്യുന്നൊരാശയമാണ്. അത് ക്രിസ്തുവിൻ്റെ തന്നെ ഒരു വാചകം എടുത്താൻ, അതായത് സീസർക്കുള്ളത് സീസറും സീസർക്കും ദൈവത്തിനുള്ള ദൈവവും എന്ന് പറയുമ്പോൾ തന്നെ മതവും അതുപോലെ തന്നെ ദൈവവും ഭരണാധികാരിയും രണ്ടാകുകയാണ്. രാഷ്ട്രീയവും മതവും രണ്ടാകുന്നു എന്ന് പറയുന്നതാണ് സെക്കുലറിസത്തിൻ്റെ, യൂറോപ്യൻ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. നമ്മളിവിടെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്തോ വ്യാജമായ ഒരു കാര്യമാണ് കൊണ്ടു നടക്കുന്നത്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന, അതെന്ത് സെക്കുലറിസമാണ്? അതൊരിക്കലും മതനിരപേക്ഷതയല്ല, അത് മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതസൗഹാർദ്ദം ഒരിക്കലും മതനിരപേക്ഷതയാവുന്നില്ല. ഇന്ത്യയിൽ ഒരിക്കലും മതനിരപേക്ഷത ഉണ്ടായിട്ടില്ല. ഈ മതനിരപേക്ഷത എന്ന് സാർ ഉദ്ദേശിക്കുമ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിയെ
ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം? ഒരു സാധാരണ വിവാഹം എന്ന മട്ടിൽ സമൂഹം കാണുന്ന ഒരവസ്ഥയാണോ മതനിരപേക്ഷത എന്ന് പറയുന്നത്? അല്ല, മതപരിരക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്ലാസിക്കൽ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്നില്ല, സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ എന്നാണ്. സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒപ്പോസും ചെയ്യുന്നില്ല. മനസ്സിലായില്ല? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ, ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പോലെ പരിഗണിക്കുന്നു. അതിനകത്ത് അനുകൂലവും ഇല്ല, പ്രതികൂലവും ഇല്ല. അവർക്ക് അതിനകത്ത് സ്റ്റാൻസും ഇല്ല. അല്ല, സർക്കാരിൻ്റെ നിലപാടല്ലേ ഞാൻ ചോദിച്ചത്. സ്റ്റേറ്റ് അതാണ് മതനിരപേക്ഷത. അത് ഭരണപരമായ ഒരു ആശയമാണ്, സാമൂഹികപരമായ ആശയത്തേക്കാൾ ഉപരിയായിട്ട്. പിന്നെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എല്ലാ ബഹുസ്വര സമൂഹങ്ങളെല്ലാം തന്നെ മതങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് അവർ തമ്മിലൊരു ടാസിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് അഫ്ഗാനിസ്ഥാനിൽ പോലും ഉണ്ട്, പാകിസ്ഥാനിൽ പോലും ഉണ്ട്. അത് ആർക്ക് അനുകൂലമാണ് പ്രതികൂലമാണെന്നില്ല. ഒരുപക്ഷെ പുതിയ പാർട്ടികൾ കാര്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്, പലപ്പോഴും പുതിയ മതങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നത്. എങ്ങനെയാണ് സാർ അതിനെ? അത് തെറ്റായ ധാരണയാണ്. പുതിയ മതങ്ങൾ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. ആ മതങ്ങൾക്ക് ഈ പറഞ്ഞോണം ഇതേപോലുള്ള മതങ്ങളാവണമെന്നില്ല. നവയുഗ മതങ്ങളെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ മതി. പലതും കേന്ദ്രീകരിച്ച് മതങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത പരിസരത്ത് അധികം കാണുന്നില്ല. ഇപ്പോൾ ഉദാഹരണ കമ്മ്യൂണിസം ഒരു പുതിയ മതമല്ലേ? അല്ലേ, നിങ്ങൾ ആദ്യം പാർട്ടി മതത്തേക്കാൾ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മതമാണ്. അങ്ങനെ എത്ര വർഷം പഴക്കം? മാർക്സിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. മാർക്സിസ്റ്റ് നമ്മുടെ ഇവിടെ കാണുന്ന മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ മാർക്സിന് ശേഷം ചിന്തിക്കാം. കൂടിപ്പോയ ഒരു 150 വർഷം എത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ മതമല്ലേ അത്? പുതിയ മതങ്ങൾ ഒരുപാടുണ്ടാവും. നവയുഗ മതങ്ങൾ ആളുകളെ പറഞ്ഞ ഡിങ്ക മതത്തെ പറ്റിയൊക്കെയാണോ? ഡിങ്ക എന്ന് പറഞ്ഞാൽ ചുമ്മാ അതൊരു തമാശയായിട്ട് സ്പൂഫ്. അതായത് ഇങ്ങനെയൊക്കെയാണ് ഡിങ്കൻ. നമ്മളൊരു പറയും പ്രധാനമായിട്ട് പിന്നെ അന്യമതസ്ഥൻ്റെ പിരടിക്ക് വെട്ടുക എന്ന് പറഞ്ഞൊരു ഹദീസ് എടുത്തിട്ട് നമ്മൾ പറയും ഒരുത്തനെയും മേൽ കയറാതിരിക്കാനാണ് നാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഡിങ്കൻ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ പുസ്തകങ്ങളുള്ളത് എന്ന് ആളുകളുടെ സെൻസ് ഓഫ് റീസണെ ഉയർത്തി അതിനെ ഒന്ന് തോണ്ടിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്താനാണ് ഈ സ്പൂസ് റിലീജിയൻ. അല്ലാതെ ഡിങ്കനെ കപ്പ അല്ലെ ചക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നത് അത് ഈവൻ അത് അവർ വേറൊരു മതമാക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുന്ന നിഷ്കുകൾ വരെ ഈ ലോകത്തുണ്ട്. ആ നിഷ്കുകൾ പലരും കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിൽ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവരുമാണ്. സ്പൂഫ് അത് തമാശയാണിത്. അത് മനസ്സിലാകും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞാനീ പറഞ്ഞത് ഇപ്പോൾ ഒരു ഹിന്ദു മതം അല്ലെങ്കിൽ ഇസ്ലാം മതം, ക്രിസ്ത്യൻ മതം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂടുകൾ, വിശ്വാസം, ആചാരത്തിൻ്റെയും ജീവിത രീതിയുടെയും ഒക്കെ കാഴ്ചപ്പാടുകൾ, ഫ്രെയിമുള്ള സംവിധാനങ്ങൾ അങ്ങനെ ആഗോളതലത്തിൽ പുതുതായിട്ടുണ്ടായി വരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതുപോലെ ഉണ്ടാവുന്നില്ല. പക്ഷേ പലതരം മതങ്ങളും കൾട്ടുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്, പോകുന്നുണ്ട്, കുറേ എണ്ണം നിലനിൽക്കുന്നുണ്ട്. ദേ കം ആൻഡ് അത് ഈ മതങ്ങളുടെ കാര്യത്തിലല്ലേ. 16,000 മതങ്ങളുണ്ടായാലും ഇപ്പം പ്രധാനപ്പെട്ട എത്ര മതമുണ്ട്? ബാക്കിയെല്ലാം പോയില്ലേ, അടിച്ചു പോയില്ലേ? മനുഷ്യന് ആവശ്യമില്ലാത്തതുകൊണ്ടാണോ പോയെ? ആവശ്യമില്ലാത്ത മതങ്ങൾക്കിടയിൽ മത്സരമുണ്ട്. ഇപ്പോൾ വൈറസുകൾക്കിടയിൽ അതിജീവനത്തിന് മത്സരമില്ലേ? അല്ലെങ്കിൽ ജീവികുലത്തിൽ അതിജീവനത്തിന് മത്സരമില്ല. അതിജീവനവും മത്സരവും അതിജീവനവും എന്ന് പറയുന്ന ലോക നിയമമാണ്. ചില മതങ്ങൾ കൂടുതൽ വളരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇസ്ലാം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു പഞ്ചായത്തിലോ വാർഡിലോ ഉണ്ടായ ഒരു മതമല്ലേ. അതിങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് എല്ലായിടത്തുമായി. കമ്മ്യൂണിസം എവിടെ ഉണ്ടായി? ഒരിടത്തുണ്ടായി. എക്സ്പോർട്ടിങ് ഇല്ലേ? ക്രിസ്ത്യാനിറ്റി ഇവിടെ ആൾ വന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഉണ്ടാക്കിയ സാധനമല്ലേ. എക്സ്പോർട്ട് ചെയ്യുന്ന റിലീജിയനാണ് ഗ്ലോബലാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആളുകൾ പോയി അവിടെ റിലീജിയൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹിന്ദുമതം, അമേരിക്കയിൽ ഹിന്ദുമതം വരണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ആൾക്കാർ, ഗുജറാത്തികളോ ആന്ധ്രാപ്രദേശുകാരോ ഒക്കെ അവിടെ പോയിട്ട് അവിടെ ഉണ്ടാക്കി ക്ഷേത്രം ഉണ്ടാക്കി അങ്ങനെ പടർത്താം. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുത്തുന്ന ആൾ ഇവിടെ വന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് പടർത്തലാണ് ഈ സംഗതി. സാധാരണ എല്ലാ മതങ്ങളും ഒരു പഞ്ചായത്ത് മതമാണ്. ഒരു പഞ്ചായത്തിൻ്റെ ടോപ്പോഗ്രാഫി, ജിയോഗ്രാഫി, കോൺസെപ്റ്റ്സ്, വസ്ത്രധാരണ രീതി, ഇതൊക്കെയാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം. അതുണ്ടായ സ്ഥലത്തെ കാലത്തെ ഒക്കെ അനുസരിച്ച് അതെ. ഈ പഞ്ചായത്ത് ദൈവങ്ങൾ ഗ്ലോബൽ ദൈവങ്ങളായി മാറുന്നത് മനുഷ്യരുടെ ഉത്സാഹവും ആവേശവും കൊണ്ടാണ്. ചിലരത് വാളുകൊണ്ട് പടർത്തും, ചിലരത് മതം മാറ്റം കൊണ്ട് പടർത്തും. പല രീതിയിൽ അത് മാറ്റാറുണ്ട്. നമുക്ക് നമ്മളിപ്പം ആഗോളതലത്തിൽ ഏഷ്യയിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇസ്രയേലിനെ ആക്രമിച്ചു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ഇപ്പോൾ വീണ്ടും അടുത്ത യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ്റെ 180 മിസൈലുകൾ ഒരുമിച്ച് വിടുന്നു. ഇത് ഈ രണ്ട് മതങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, ഒരു മതത്തിന് മറ്റൊരു മതത്തിനോട് താല്പര്യക്കുറവുണ്ടായതുകൊണ്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് വലുതായ ചില കാര്യങ്ങൾ, അതിപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സാർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഈ മതത്തിൽ വിശ്വസിക്കുന്നവരും മതത്തിൽ വിശ്വസിക്കാത്തവരും തുല്യമാകുന്ന ഒരു കാലം അടുത്ത കാലത്തൊന്നും സാറ് ജീവിച്ചിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മതകേന്ദ്രീകൃത യുദ്ധങ്ങൾ എത്ര കാലം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും? ഈ
രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പല ആളുകൾ തന്നെ വിലയിരുത്തുന്നത് രാഷ്ട്രീയ പ്രശ്നമാണ്, അതിർത്തി പ്രശ്നമാണ്, സ്വാതന്ത്ര്യ പ്രശ്നമാണ്, ഒരു ചുക്കുമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നൊരു വ്യക്തിയാണ് ഞാനത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതിർത്തിക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണെങ്കിൽ യാതൊരു അതിർത്തി പ്രശ്നങ്ങളോ അതിർത്തി തർക്കങ്ങളോ ഇല്ലാത്ത ലെബനനിൽ ഇസ്രായേൽ പോകേണ്ട കാര്യമില്ല. അതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ 2000 കിലോമീറ്റർ അകലിൽ നിന്ന് ഹൂത്തികൾ ഇങ്ങോട്ട് മിസൈൽ അയക്കേണ്ട കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിൽ എവിടെയോ കിടക്കുന്ന ഇറാൻ ഇതെല്ലാം കൂടെ തപ്പി ചവറുകളെല്ലാം കൂടെ തള്ളിവാരി ഇങ്ങോട്ട് വിടേണ്ട കാര്യമില്ല. എത്രയോ 300 മിസൈൽ 320 മിസൈൽ ഡ്രോണും കുറച്ചില്ല പറഞ്ഞോളൂ ശങ്കരാടി പറയുന്നതാണ് കുറച്ച് എള്ളും പിണ്ണാക്കും കുറച്ച് അതും എല്ലാം കൂടി ഇങ്ങനെ വാരി വിടുകയാണ്. എല്ലാം ആരുടെയെങ്കിലും മണ്ടയ്ക്ക് പോയി വീഴട്ടെന്നാണ് അവർ പറയുന്നത്. അവരെന്തിനാണ് ഇസ്രായേലിൽ ഇപ്പോൾ പാലസ്തീൻ്റെ പ്രശ്നമാണെങ്കിൽ ഓക്കെ ഹമാസ് വരെ നമുക്ക് അംഗീകരിക്കാം, ഹമാസ് വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പറയാം. ചുമ്മാ ജസ്റ്റ് ഫോർ എ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ്, ഹൊറർ അല്ല ഫോർ എ സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് അങ്ങനെ പറയാം. അത് അതിനകത്ത് വസ്തുതകൾ എത്ര ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇവരൊക്കെ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇതെല്ലാം പോട്ടെ, ഇവിടെ എങ്ങനെയാണ് കോഴിക്കോട്ടൊക്കെ തെരുവുകളിൽ ആൾ നിറയുന്നത്? ഇവിടെ തുർക്കിയിലെ ഖലീഫയെ 1-ാം ലോകമായതിനു ശേഷം ആ പുള്ളിയെ പുറത്താക്കിയതിൻ്റെ പേരിൽ ഇവിടെ ഖിലാഫത്ത് വരുന്നത് എങ്ങനെയാണ്? ഇത് രാഷ്ട്രീയമല്ല, ഇത് മതമാണിത്. അതായത് മതം മാത്രം സ്വന്തം മതത്തിൽ മാത്രമുള്ളവർക്ക് വേണ്ടി മാത്രം ഫീൽ ഉണ്ടാകുന്നു. ഒരു സ്വന്തം മതസ്ഥൻ കൊല്ലപ്പെടുമ്പോൾ മാത്രം, അല്ലെ പാർട്ടിക്കാരൻ കൊല്ലപ്പെടുമ്പോൾ മാത്രം, ജാതിക്കാരൻ കൊല്ലപ്പെടുമ്പോൾ മാത്രം അതിനെ ഒരു കൊലയായിട്ട് തോന്നുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. അതാണ് നമ്മ ആളെന്ന് പറയുന്നതാണ് മതാത്മകത. ഇതിനെയാണ് നമ്മൾ ഇതൊന്നും കേരളത്തിൽ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക ഇത് ഇവൻ ഈ പറഞ്ഞത് നമ്മുടെ പാർട്ടിക്കെതിരാണ്, അപ്പോൾ മറ്റേ പാർട്ടിക്കാരനാണ് ഇവൻ ഈ പറഞ്ഞ ഒന്നാന്തര സംഖ്യയാണെന്നാണ് പൊതുവെ ഇത്തരം വിഷയങ്ങൾ അഭിപ്രായം പറയുമ്പോൾ കേൾക്കുന്നത്. സാറ് സംഖ്യയാണോ? ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇത് സംഖ്യ ആയാലും എന്തോ പറയാം, ഞാൻ ഈ പദങ്ങൾ പോലും ഉപയോഗിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംഖ്യയായിട്ടുള്ളത് പിണറായി വിജയനും മറ്റേ CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. ഇവർ ഇത് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ ചാപ്പം മറ്റുള്ളവർക്ക് അടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ്. ഇതല്ല പണ്ട് അയിത്തം നിലനിന്ന കാലഘട്ടമുണ്ട് അല്ലേ? അയിത്തം നിലനിന്നുള്ള കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ഇതേ കണക്ക് ആളുകൾ ഇങ്ങനെ ഓരോരോ ടാഗുകൾ വെച്ച് കൊടുത്തിട്ട് അവനതാണ് ഇതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, കളക്ടിവിസം എന്ന് പറയുന്ന ആശയമുണ്ട്. എസൻസ് മുന്നോട്ട് വെക്കുന്നത് ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. വ്യക്തിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഒരു പാർട്ടി ജീവിയാണ് നിങ്ങളെങ്കിൽ പാർട്ടി പറയുന്നതനുസരിച്ച് നിൽക്കാൻ പറ്റും. ഒരു മതജീവിയാണെങ്കിൽ മതത്തിന് ഒരു സെറ്റ് ഓഫ് സാധനമുണ്ട്. നിങ്ങളെങ്ങനെ നിങ്ങളുടെ മുടി എത്ര കാണണം എന്ന് മതമാണ് തീരുമാനിക്കുന്നത്. ജാതിയാണെങ്കിൽ നമ്മുടെ ജാതിക്കാരുടെ നമ്മുടെ ആചാരങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സമ്മതിയുണ്ട്. ഇത് എസൻസ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. നമ്മളുടെ ഒരു കോറായിട്ടുള്ള ഐഡിയോളജി എന്ന് പറയുന്നതിന് ഇൻഡിവിജ്വലിസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ സംഘപരിവാറിൻ്റെ ഫോർ എക്സാമ്പിൾസൊക്കെ കേട്ടോ, സംഘപരിവാർ ഓർ RSS എനിത്തിങ് ലൈക്ക് ദാറ്റ്. അവരൊരു 10 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ, അവരുടെ ക്രീഡ്, അവരുടെ സബ്സ്റ്റൻസ് എടുത്തു വെക്കുക. ഈ 10 കാര്യങ്ങളെയും കൃത്യമായും ശക്തമായും എതിർക്കുകയും എതിർപ്രകടനം നടത്തുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക സംഘടന എസൻസാണ്. നമ്മൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ബേസിക്കലി ഇപ്പോൾ അമിത്ഷായുടെ തടിയെക്കുറിച്ചോ പിന്നെ സുരേന്ദ്രൻ കഴിച്ച ഉള്ളിയെക്കുറിച്ചോ മോദിയുടെ ക്യാമറ പ്രേമത്തെക്കുറിച്ചോ ഒക്കെ മാത്രം അങ്ങനെ ഒരു പ്രചരണം നടത്താറില്ല. കാര്യം നമുക്കങ്ങനെ രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് കൂടുന്നോ കുറയുന്നോ, ഇത്ര ശതമാനത്തിൽ ഇത്ര ശതമാനം കൂടുകയോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി പാർട്ടി പോയി പ്രവർത്തിക്കണം. നിങ്ങളാ പോയി പാർട്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാക്കുക. നിങ്ങളിവിടെ വന്ന് സ്വതന്ത്ര ചിന്തയും നിരീശ്വരവാദവും ആർട്ടിക്കിൾ 51A പറഞ്ഞിട്ട് ഈ പാർട്ടികളുടെ ആർക്കാണ് ഗുണം കിട്ടുന്നത് ദോഷം കിട്ടുന്നതെന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ മതത്തെ താങ്ങേണ്ട കാര്യമില്ല, ഒരു മതത്തെയും താങ്ങേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ബദ്ധത്തിലുള്ളതെന്ന് പറയുമ്പം ആരെയൊക്കെ വിമർശിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു പൊതു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റെഡ് ലൈൻസ് ഒന്നും എസൻസ് അംഗീകരിക്കുന്നില്ല. ആരെ വിമർശിക്കും? ആരെയെ വിമർശിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെയൊക്കെ എവിടെ വിമർശിക്കാം? അല്ല സാറ് പറയൂ, ആരെയൊക്കെ വിമർശിക്കും? ആരെയൊക്കെ? നമ്മളെല്ലാവരെയും വിമർശിക്കും, എല്ലാവരെയും വിമർശിക്കും, ഒരാളെ പോലും വിടുന്നില്ല. അതാണ് ഈ പറഞ്ഞ. സാറ് പിണറായി വിജയനെ വിമർശിച്ചാൽ ഈ CPM സൈബർ അണികളിൽ നിന്ന് സാറ് വലിയ ആക്രമണം നേരിടേണ്ടി വരും. അതുപോലെ മോദിയെ വിമർശിച്ചാൽ അപ്പോൾ സാറ് BJP അണികളിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരും. ഈ അടുത്തിടെ ഒരെണ്ണം ഉണ്ടായതേ ഉള്ളൂ. BJP ഈ പിന്നെ എൻ്റെ വീടിനടുത്തുള്ളൊരു ഇവിടെയൊക്കെ ഹിന്ദു ഐക്യവേദി ഐക്യ മോർച്ചയോ എന്തൊരു സംഗതി, അവരിങ്ങനെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നതാണ് പറഞ്ഞത്. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെ ഈ പറഞ്ഞ നിയമവിരുദ്ധമായിട്ടുള്ള കോളാമ്പി സ്പീക്കർ വെച്ചതാണ്, ഹോൺ വെച്ചത് ഞാൻ പരാതിപ്പെട്ടതിനാണ്. അവർ ഭയങ്കര അന്ന് ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്ന ലൈവായിട്ട് ആളുകൾ അതൊരു ലൈവാക്കുന്നു. ലൈവിൻ്റെ കീഴിൽ ഒരു 10,300 ഭീഷണികളാണ്.
കർണം അടിച്ച് പൊട്ടിക്കും. പിന്നെ നിനക്കൊന്നും അവിടെ തണ്ടലുള്ള ആരും ഇല്ലേ, അവൻ്റെ സ്കെച്ച് അവൻ്റെ ഇത് പറഞ്ഞ് GPS എന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ ചെയ്തോളാം. കണ്ണൂരിൽ നിന്നൊക്കെ ഓരോരുത്തർക്ക് പറയുകയാണ്. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ പണ്ട് ഞാൻ ഈ പശു സംബന്ധിച്ചൊരു എൻ്റെ ഒരു സംവാദത്തിലൊരു ഇതുണ്ടായിരുന്നു. മറ്റേ പിന്നെ നിങ്ങളുടെ സഹോദരൻ, ഞാനത് കേട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് കാണണം, അല്ല നിങ്ങളുടെ സഹോദരിയായിട്ട് കാണണം, എല്ലാവരും അങ്ങനെ കാണാം, അളിയനോട് അത് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കോടിക്കണക്കിന് വ്യൂസ് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ അത് കൂടുതൽ ആരാ പ്രചരിപ്പിച്ചതെന്നറിയാം, അതിൻ്റെ ഗുണം കിട്ടുന്നവരാണ്. വേറെ ഇപ്പം നമ്മൾ പറയുന്ന കാര്യം പലർക്കും പ്രയോജനമായി വരാം, ചിലർക്കും ദോഷമായിട്ട് വരാം. നമ്മൾ അങ്ങനെ അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പം മഴയുടെ കാര്യത്തിൽ നമ്മൾ പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം വിളവ് ഇറക്കാൻ കാത്തിരിക്കുന്നതിന് മഴ അനുഗ്രഹമാണ്. വിളവ് കൊയ്തെടുക്കാനായിട്ട് പാടത്ത് കിടക്കുന്നവനെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര മോശമായിട്ട് തോന്നും. കളിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക് ഈ മഴ പോണേന്നാണ് പ്രാർത്ഥിക്കുക. പക്ഷേ അമ്മ പ്രാർത്ഥിക്കുക, ഇന്നൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അമ്മ ഇവിടെ അടങ്ങി നിൽക്കുമല്ലോ, ഇന്നലെയും അവൻ പ്രശ്നമായിട്ടാണ് കയറി വന്നതെന്നാണ്. അപ്പം പലരുടെയും പ്രാർത്ഥനയും ആഗ്രഹങ്ങളും പല രീതിയിലാണ്. പക്ഷേ മഴ അതൊന്നും ശ്രദ്ധിക്കാറില്ല, മഴ പെയ്യുകയാണ്. എന്നതുപോലെ നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ 51A മാനവികതയുടെ, പരിഷ്കരണത്വരയുടെ, സയൻറ്റിഫിക് ടെമ്പറിൻ്റെ, യുക്തിസഹമായ ഒരു ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. അത് ചിലർക്ക് ഗുണകരവും ചിലർക്ക് ദോഷകരമാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കില്ല. നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ 2 ചോദ്യങ്ങളാണെന്ന് പറഞ്ഞാൽ സാർ, ഒരു ചോദ്യത്തിലെ കൂടെയാണ് വന്നത്, പിന്നെ നമ്മൾ വഴിമാറിപ്പോകാനുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ മതജീവികളും മതം വേണ്ടാത്തവരും 50% വീതമാകുന്ന ഒരു ലോകം അടുത്ത കാലം. ഞാനത് പറഞ്ഞില്ല, അത് താങ്കളുടെ അതെൻ്റെ ചോദ്യമായിരുന്നു. അല്ല, അങ്ങനെ ഈ മതം യഥാർത്ഥത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. നേർപ്പിക്കപ്പെടണം, അതിൻ്റെ വന്യത കുറയ്ക്കണം, വിർലൻസ് കളയണം, അപ്പോൾ അതിൻ്റെ ആ കൊമ്പൊടിച്ച് കളയണം. മനസ്സിലായി? വിഷസഞ്ചിയില്ലാത്ത പാമ്പുകൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലെ വിഷം കുറഞ്ഞ പാമ്പുകൾ. അത് ബേസിക്കലി പ്രത്യേകിച്ച് മതം തകരണം, അതൊക്കെ യുക്തിവാദി സംഘങ്ങൾ ഒക്കെയാണ് പൊതുവിൽ അങ്ങനെ മതങ്ങളെല്ലാം മണ്ണടിയണമെന്ന്. നമ്മളങ്ങനെ മതങ്ങൾ മണ്ണടിയണം, മതാത്മകത, ചിന്താരീതി പരിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ ചില മതങ്ങൾ ചിലർ കൾച്ചറലി ഓക്കെ ആയിരിക്കും, ദേ ഹാവ്, അപ്പോൾ അവരുടെ ഫുഡ് ഹാബിറ്റ് അവരുടെ മതത്തിൻ്റെ ആയിരിക്കും. അവർ വസ്ത്രം ധരിക്കുന്നത് ചിലപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ആയിരിക്കും. അതൊക്കെ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. അവരുടെ സുഹൃത്തുക്കൾ കൂടുതലും അവരുടെ മതത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ ഇനേർട്ടാണ്, അവർക്ക് റിലീജിയസിറ്റി ഇല്ല, അവർ മതപരമായിട്ട് വലിയ പ്രശ്നമുണ്ട്. അതിൽ ഒരു വോട്ട് ചെയ്യുന്നതും അങ്ങനെയല്ല, ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതും അങ്ങനെയല്ല. തൻ്റെ മതക്കാരൻ മരിക്കുമ്പോൾ കരയുന്നുമില്ല, വേറൊരു മതക്കാരൻ മരിക്കുമ്പോൾ അവന് ആഹ്ലാദവുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനവീയതയുടെ അടുക്കുകയാണ്. അപ്രോച്ച് ഗുണവും ദോഷമൊന്നുമില്ലാതെ മതം അവിടെ നിന്നോട്ടെ നിൽക്കുന്നെങ്കിൽ ഇല്ല, അന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മതം മുഴുവൻ പെട്ടെന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രായോഗികത ഇല്ലാത്തൊരു കാര്യത്തിനായിട്ട് വെറുതെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നുള്ള ഒരു ധ്വനി ആ ചോദ്യത്തിലുണ്ട്, ഇല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ദർ ആർ നോ റൈറ്റ് ആൻസേഴ്സ് ഫോർ റോങ് ക്വസ്റ്റ്യൻസ്. ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെ മതം പെട്ടെന്ന് അവസാനിക്കുമോ? ഇല്ല. എന്നാൽ കാര്യങ്ങളെല്ലാം അവസാനിക്കില്ല. ഉദാഹരണം അയിത്തം ഇവിടെ പണ്ട് നിലനിന്ന് ഒരു 1000-450 വർഷം നിലനിന്നിരുന്നു. അതിൽ ഒരു മധ്യത്ത് ഒരു 200 വർഷം പഴക്കമുള്ള അവസ്ഥയിൽ ഒരു അയിത്തം എന്തെങ്കിലും പോകുമെന്ന് ഒരാൾ വേറൊരാൾ ബിയോട് ചോദിച്ചാൽ ബി പറയും ഒരു സാധ്യതയില്ലാന്നായിരിക്കും. അതിനെപ്പറ്റി നമ്മളതിൻ്റെ ഒരു പേസ്, ആഗോളതലത്തിൽ നമ്മളതിൻ്റെ ഒരു പേസ് അളക്കുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ഇത് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഏത് കാലത്താണ് നമ്മൾ ഈ പറഞ്ഞ ഇത് രണ്ടും തുല്യമാകുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തുക എന്നതായിരുന്നു. പല രാജ്യങ്ങളിലും മതനിരാസമാണല്ലോ കൂടുതൽ. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും മതനിരാസമാണ് കൂടുതൽ. 60 മുതൽ 80% വരെ മതനിരാസങ്ങളുള്ള രാജ്യങ്ങളുണ്ട്, പല യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇവിടെ മതത്തിന് കൂടുതൽ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെല്ലാം നോക്കൂ. ദാരിദ്ര്യം, പട്ടിണി, അജ്ഞത, ഇല്ലിറ്ററസി, പുരോഗതി ഇല്ലായ്മ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവം, പിന്നെ ഇതേ കണക്കുള്ള പുരോഗമന ആശയങ്ങൾ അവിടെ പരക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഈ സയൻസ് പഠിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ സയൻസ് ഭീകരമായി കുത്തിയിരുന്ന് പഠിക്കുന്ന ആളുകളാണ് സയൻസ്, അല്ലേ? നമ്മൾ ഡിഗ്രികളും എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്നതും ISROയിൽ റോക്കറ്റ് വിടുമ്പം ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാത്ത അവസ്ഥയാണ്. ഇതെങ്ങനെ വരുന്നത്? അവർക്ക് സയൻസ് അറിയാം, നമ്മളെക്കാളെല്ലാം സയൻസ് അറിയാം, ഇക്വേഷൻസ് അറിയാം, എഴുതി വെക്കാൻ അറിയാം. പക്ഷേ അവർക്ക് സയൻറ്റിഫിക് ടെമ്പറില്ല, ശാസ്ത്രീയം. അത് ചിലപ്പോൾ ഒരു കർഷകൻ ഉണ്ടാകാം, പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവണമെന്നില്ല. അവർക്കത് അപ്ലൈ ചെയ്യാനും അറിയാം, ആപ്ലിക്കേഷനും അറിയാം, സയൻസിൻ്റെ അറിയാം. പക്ഷേ അവർ ശാസ്ത്രീയമായല്ല ചിന്തിക്കുന്നത്. ശീലങ്ങളിൽ പെട്ടുപോകുന്നതല്ലേ? അതെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ശീലങ്ങൾക്കും വഴക്കങ്ങൾക്കും വിധേയമായി പോകുന്നത്? നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ യു ഡോണ്ട് യൂസ് ദിസ്, എന്താ പറയുക, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല.
നിങ്ങളത് ഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി യൂസ്ഫുൾ. നിങ്ങൾ കുറച്ചേ ലെസ്സേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ബി യൂസ്ലെസ് ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അല്ല, മറ്റുള്ളവരെല്ലാം ചെയ്ത് ശീലിച്ചൊരു സംഗതി നമുക്കറിയാം. ഇതൊക്കെ വേറിട്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന് ഈ റോക്കറ്റ് വിടുന്ന ആൾക്കറിയാം ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. പക്ഷേ എല്ലാവരും അനുവർത്തിച്ചു കൊണ്ടിരുന്ന ഒന്ന്, ആർക്കും ദോഷം ഉണ്ടാകണ്ട എന്നൊക്കെ വിചാരിച്ച് നിരുപദ്രവകരമായി ചെയ്യുന്ന ഒന്നാണെങ്കിൽ അതിനെന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അല്ല, കുറ്റം പറയുന്നതല്ല. അങ്ങനെ ഇതാണ് ഈ പറഞ്ഞത്. നമ്മൾ ഈ കുറ്റം പറയുന്നവർ എന്നല്ല, കുറ്റമല്ല പറയുന്നത്. ആക്ച്വലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന 99% കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഗതി യുക്തി, തെളിവ് അന്വേഷിക്കൽ. ഇപ്പം ഞാനിപ്പോൾ ബിനോയ് കൃഷ്ണനോട് പറയുകയാണ് ആ കുട ഇങ്ങ് തന്നിട്ടേ പോകാവോ എന്ന് ചോദിക്കുമ്പോൾ, കുടയോ? ഞാൻ കുട സാറേ എൻ്റെ ഈ കുട തന്നായിരുന്നു. ഞാൻ പറഞ്ഞു തന്നു. ഏയ് അത് ചുമ്മാ പറയുന്നതല്ല, നല്ല തന്നു, അത് മറന്നാണ്. നമ്മളത് ഭയങ്കര തർക്കമാവും. അവസാനം എന്നോടുള്ളൊരു ബഹുമാനമൊക്കെ ആയതുകൊണ്ട് വേറെ തറുതലയും പിന്നെ അസഫിയും ഒന്നും താങ്കൾ പറയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അവസാനം പറയും, സാറേ കുട തന്നു എന്ന് പറഞ്ഞു, എന്ത് തെളിവാനുള്ളത് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. നിങ്ങളെക്കാൾ മുന്നേ മറ്റു പലരും ചോദിക്കും. ഇനി ആരായാലും ഈ ചോദ്യം ചോദിക്കും, എന്ത് തെളിവാണ് അതിനുള്ളത്? ഇതാണ് ശരിക്കും റാഷണലായിട്ടുള്ളൊരു ചിന്താരീതി. ഇത് എല്ലാ കാര്യത്തിലും നമ്മൾ ചോദിക്കുന്നതാണിത്. അതെന്തുകൊണ്ട് മതം, ദൈവം, പ്രേതം, മറ്റേത് മറിച്ച് ഇതിനകത്തൊന്നും നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ളൊരു ചെറിയ ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. ഈ ചെറിയ ചോദ്യത്തിൻ്റെ വലിയ ഉത്തരമാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്നത്. ഇപ്പോൾ എത്തീസം എന്ന് പറഞ്ഞാൽ ഒരു മതമോ അല്ലെങ്കിൽ ആശയമോ പാർട്ടിയോ ഒന്നുമല്ല. ഇവരെങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? എത്തീസം, കമ്മ്യൂണിസം, എത്തീസം അല്ല. ഇസം അടിയിലല്ല. പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ കുതിരയല്ല, മരപ്പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിയല്ല, അല്ലേ? മരപ്പട്ടി ആക്ച്വലി ഒരു പൂച്ചയാണ്, പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അപ്പം ഇസം എന്ന് പറയുന്നില്ല, ഇത് ആക്ച്വലി ലിബറേഷനാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരും അല്ലാത്തവരും എന്ന് പറയുന്നത് അത് രണ്ട് പ്രൊഫഷനാണോ? രണ്ട് രീതിയൊന്നുമല്ല. നമ്മൾ ലിബറേറ്റ് ചെയ്യുകയാണ്, ഒരു കാര്യം നമ്മൾ കളയുകയാണ്. രോഗം ചിന്താരോഗമാണ് ശരിക്കും മതം, ചിന്താരോഗമാണ്. ഞാൻ മനോരോഗം എന്ന് പറയത്തില്ല, അപ്പോൾ പറയും മനോരോഗികളെന്ന് വിളിച്ചു എന്ന് പറയും. ചിന്താരോഗമാണ്. കാരണം മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളിങ്ങനെ അല്ല ചിന്തിക്കുന്നത്. നിങ്ങൾ യുക്തിസഹമായി തെളിവ് അന്വേഷിച്ച് തന്നെയാണ് എല്ലാ കാര്യവും. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ പമ്മുന്നു. ഈ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ തെളിവ് ചോദിക്കേണ്ട എന്നാണ് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. എക്സാക്ട്ലി, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം അത് വേറെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത് വേറെ, റോക്കറ്റ് വിടുന്ന വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ കാര്യത്തിൽ തെളിവ് ചോദിക്കേണ്ട, അതങ്ങനെയാണ്, അതങ്ങനെ വിശ്വസിപ്പിക്കാൻ. അതാണ് പറയുന്നത്. തെളിവ് ഉള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ ഏത് ഡാഷിനും കഴിയും, തെളിവില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കണം, അതാണ് മിടുക്ക് എന്നാണ് പറയുക. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഒരു ജീവിത രീതിയിൽ വന്നു പോയ ഒരു കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു തലമുറ ഉണ്ടോ? അല്ല, അതിനൊന്നും എനിക്ക് എതിർപ്പില്ലല്ലോ. കൊണ്ടോ അത് മാറി സ്വാഭാവികമായൊരു മാറ്റം വരും. എങ്ങനെ സ്വാഭാവികമായിട്ട് മാറും? ജീവിത രീതി സംതിങ് യു കണ്ടിന്യൂ. എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് മാറുന്നത്? ഒന്നിൽ നിങ്ങളിൽ നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കണ്ടോ കേട്ടോ പറഞ്ഞ് എന്തായാലും നിങ്ങൾ മാറണ്ടേ. പിന്നെ നിങ്ങളത് സ്വാഭാവികമായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക്കലി നമ്മൾ ഈ ചില ആൾക്കാർ പറയും ഇത് സ്വാഭാവികമായിട്ട് അന്ന് ഇങ്ങനെ മാറുന്നു. ചിലർ പറയും ഞാൻ ഈ അടുത്തിടെ പിന്നെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഇതിൽ പോയപ്പോൾ പറഞ്ഞു അത് മുസ്ലിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അല്ല, അതിലും ശരിയില്ലേ സാർ? കേൾക്കൂ, ഒന്ന് നിങ്ങൾ പറഞ്ഞ എത്ര വലിയ കഴമ്പില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയാം. നമ്പർ 1, മുസ്ലിങ്ങളിൽ നിന്ന് പൊതുവേ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ചിന്തിക്കാമെന്നൊക്കെ പറയാൻ നിങ്ങളാരാണ്? നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ തന്നെ മതപ്പേടിയിൽ വിറങ്ങലി ചെയ്യുന്ന ആളാണ്. അവരിൽ നിന്ന് പൊതുവായ ഒരു അഭിപ്രായം വരികയാണെങ്കിൽ ഞാനത് പരിഗണിക്കാമെന്ന് പറയുന്നത് നിങ്ങളെ വെറും വീമ്പ് പറയലാണ്, അല്ലെ അല്പത്തരമാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. അവർ തന്നെ അത് നടപ്പിലാക്കിക്കോളും. 1, സോ അത് ഔട്ടാണ്. 2, അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് അത്തരം ഒരു അഭിപ്രായം വരുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ്, ലിംഗനീതിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളതിനെ പിന്തുണയ്ക്കുമോ? മുസ്ലിങ്ങൾ തന്നെ പറയുന്നു, ഒരാൾ വന്ന് പറയുന്നു അത് ഇതാണ് വേണ്ടത്, നിങ്ങൾ പിന്തുണയ്ക്കുമോ? പിന്തുണയ്ക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളതിനെ എതിർക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ മറു സൈഡിൽ കൂടി നിന്നിട്ട് നിങ്ങൾ റാലി നടത്തും. എന്നിട്ട് നിങ്ങൾ പറയും അവരിൽ നിന്നൊരു അഭിപ്രായം മൊത്തത്തിൽ വരികയാണെങ്കിൽ പരിഗണിക്കാൻ. എന്തുവാടേ ഇത്? അല്ല, ഞാൻ ചോദിച്ചാൽ കാപട്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തനിയെ മാറുന്ന ഒന്നിനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തനിയെ മാറിയാൽ ഞങ്ങൾ സ്വീകരിക്കാമെന്നൊക്കെ പറയുന്ന അല്പത്തരമാണ്. അത് നിങ്ങൾക്ക് എതിർക്കാനും പറ്റില്ല. നിങ്ങൾ ഇതിനെ തന്നെ എതിർക്കാൻ പറ്റാത്ത ആളാണ്, പിന്നെ തനിയെ മാറുന്ന ഒന്നിനെ എതിർക്കാൻ പോകുന്നത്. ഇതൊക്കെ ചുമ്മാതെ കഴമ്പില്ലാത്ത നരേറ്റീവ്സാണ്. പുറത്തുനിന്നുള്ളൊരു ഫോഴ്സ് എന്നതിന് വേണ്ടി വരും എന്നാണ് സാറിപ്പം. പുറത്തുനിന്നുള്ള ഫോഴ്സ് അല്ല, ആക്ച്വലി ചലനം ഇതിനാണ്. പുറത്തുനിന്നുള്ള ഫോഴ്സ്, അതായത് നമ്മൾ ചെയ്യുന്നത് എന്താ അറിയാം, എ സെറ്റ് ഓഫ് ഐഡിയാസ്, എ കറണ്ട് ഓഫ് ഐഡിയാസ്. അപ്പോൾ ഈ ഐഡിയാസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ആളുകൾക്ക്. ക്യാച്ച് ചെയ്തിട്ട് അത് അവർ തന്നെയാണ് മാറ്റം. ഒരിക്കലും നിങ്ങൾക്ക് ഒരാളെ മതവിശ്വാസിയാക്കാൻ എളുപ്പമാണ്,
ഒരു 4 അനുഭവ കഥയും 2 മെഡിക്കൽ കഥയൊക്കെ പറഞ്ഞിട്ട് കുഴച്ചുരുട്ടി അവന് കൊടുക്കാൻ അവനെ ആകെ സ്റ്റൺ ചെയ്യാൻ പറ്റും. അവൻ പിന്നെ എന്നാലും ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പോവും. നിങ്ങളെ ലിബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ. കാര്യം അവനെ ഈ മതത്തിന് വഴങ്ങിയ ഒരു തലയാണ് അവനുള്ളത്, ഒരു മസ്തിഷ്കമാണുള്ളത്. അവനിങ്ങനെ ഇതേ കണക്കുള്ള ഫോൾസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. ഒരു കിണറ്റിൽ നിന്ന് ഒരാളെ പിടിച്ച് കയറ്റുന്നതാണ് ഈ മതവിമോചനം എന്ന് പറയുന്നത്. മതത്തിലേക്കോ വിശ്വാസത്തിലേക്കോ ഒരാളെ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കിണറ്റിലേക്ക് തള്ളിയിടുന്ന പോലെ, ജസ്റ്റ് ഒന്ന് തള്ളിയാൽ മതി, അവർ വീണോളും, എന്ന് പറഞ്ഞ് പോയിക്കോളും. സോഷ്യൽ മീഡിയ ഈ ജോലി വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഈ പറഞ്ഞ പോലെ താങ്കളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ ഇറക്കി വിടുന്ന ആശയങ്ങൾ മതത്തിനെതിരായി, ദൈവത്തിനെതിരായി. അതെ, ഒരു ആശയ പരിസരം സൃഷ്ടിക്കുക എന്ന് പറയുന്ന നിരുദ്രപരമായ ജോലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എന്താ ജോലിയായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി പറഞ്ഞു നടന്നാൽ നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുന്നു. രണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ മതാത്മകത കുറഞ്ഞൊരു സമൂഹം മനുഷ്യരാശിയുടെ തന്നെ ഒരു മുന്നേറ്റത്തിന് സഹായിക്കും. മനുഷ്യൻ തമ്മിലുള്ള ഡിവിഷൻസ് കുറയ്ക്കാൻ സഹായിക്കും. സ്പർദ്ധ, നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് എന്നൊക്കെയുള്ളൊരു ധാരണ വരുമ്പം ഈ മതം, ജാതി, പാർട്ടി പരസ്പരം പിന്നെ കഴുത്തിന് കത്തി വെക്കുന്ന രീതികളുമൊക്കെ കുറഞ്ഞു വരും. ആ തിമിരങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ കാഴ്ച കുറേ കൂടെ വികസിതമാവും നിങ്ങൾക്ക് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ലോകവീക്ഷണം മെച്ചപ്പെടും. അപ്പോൾ ഈ ചുറ്റുമുള്ള അപ്പുറത്തുള്ള ആളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുകയും കൂടെ വേണമെന്ന് തോന്നുന്നില്ലേ മനുഷ്യൻ? വേണം. അതിനാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെ ഇത് കാണൂ എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇതിനെ പൂർണ്ണമായും നിരാകരിക്കാനും തള്ളിക്കളയാനും. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതകാലത്ത് എന്തോ നടക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതകാലം എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പരിധിയോ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ സ്പെസിഫൈ ചെയ്ത് സാറിൻ്റെ ജീവിതകാലം എന്ന് ചോദിച്ചല്ല, അതിനെ എടുക്കുന്നൊരു കാലപരിധിയെ പറ്റി ഞാൻ ജനറലി കേൾക്കുന്നവർക്ക് മനസ്സിലാൻ വേണ്ടി ഒരാൾക്കും ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ബോണസായിട്ട് എടുക്കും. ആരും മാറിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ടാർഗറ്റുകളോ ഗോളുകളൊന്നും വെച്ചിട്ട് കാര്യമില്ല. 2 കഷ്ണം പഞ്ഞിക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് അല്ലേ? അത് ചിലർക്ക് പഞ്ഞി പോലും കിട്ടാതാണ് മരിക്കുന്നത്. ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ വന്നാൽ അവർക്ക് പഞ്ഞി പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇത് ഇങ്ങനെ മറിച്ച് കളയാം, ഞാൻ ഇവരുടെ ചിന്താരീതി അങ്ങനെയല്ല. നമ്മൾ ഒരാൾ അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് ചുറ്റുമുള്ള പല ആളുകളും മാറി ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് പലരും എഴുതാറുണ്ട്, പലരും മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നലെ തന്നെ ഒരു ചാനലിൻ്റെ കീഴിൽ ഞാനൊരു ഈ ലിറ്റ്മസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ എന്ന് എഴുതിയിരിക്കുകയാണ്, എൻ്റെ 2 മക്കളെ വഴിതെറ്റിച്ച ദുഷ്ടനാണ് ഇയാൾ എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം അയാൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എഴുതിയെന്ന് അറിയില്ല. ഇപ്പോൾ ദുഷ്ടൻ എന്നുള്ള വാക്കിന് ഇപ്പോൾ മലയാളത്തിൽ ഇച്ചിരി തീവ്രത കുറഞ്ഞ വാക്കായിട്ട് മാറിയിട്ടുണ്ടല്ലോ. എടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ കള്ള എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളി പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നറിയില്ല. പക്ഷേ അതിൻ്റെ കീഴിൽ ആളുകൾ വന്ന് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതുന്നതെല്ലാം തന്നെ എന്നെയും എഴുതിയിട്ട് ഇങ്ങനെ കുറേ ആളുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ എവിടേക്കോ ചെന്ന് ഇല്ല ഇറാൻ്റെ മിസൈൽ വീഴുന്നോണം എവിടേക്കോ വീഴുന്നുണ്ട്. ചിലത് ഫ്രാഗ്മെൻ്റ് ആയിട്ടായിരിക്കും ചിലതാണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഹാപ്പി ഫീലിംഗ്. മേ ബി വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ആയിരിക്കും. ഞാൻ എടുക്കുന്ന പോസിറ്റീവായിട്ടായിരിക്കും. ആ വഴി തെറ്റേണ്ട വഴിയാണത്. കൂടുതൽ പേരെ വഴി തെറ്റിക്കാൻ നമ്മൾ തയ്യാറാണ്. തീർച്ചയായിട്ടും. ഈ ലിറ്റ്മസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലാണ് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം വന്നൊരു അഭിപ്രായ പ്രകടനം നടത്തി വിവാദം ഉണ്ടായത്. ഇപ്പോൾ കോഴിക്കോട് അടുത്ത എപ്പിസോഡ് നടക്കാൻ പോവുകയാണ്. ഇത്തരം ചർച്ചകളിലേക്ക് ആരൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്? ഈ മറ്റൊരു കാര്യം കൂടെ, ഈ പറഞ്ഞ പോലെ ഈ മതത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ നടത്തുന്നൊരു പരിപാടിയിൽ തീവ്ര മത അനുഭാവികളെ കൊണ്ടുവന്നിരുത്തി സംസാരിപ്പിക്കാറുണ്ട്. അപ്പം അവിടെ അത് ഉണ്ടാക്കുന്ന ഒരു പരിസരം, ആ സംസാരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പരിസരത്തിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെയാണ് വരാറ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലിറ്റ്മസ് 24 എന്ന് പറയുന്നത് കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ വെച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി 10,000 പീപ്പിളാണ്. നമ്മൾ സാധാരണ എത്തീസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പഞ്ചായത്ത് ഒരുത്തനെങ്കിൽ അടുത്ത പഞ്ചായത്ത് വേറൊരുത്തനാണ്. ഇവന്മാർ തമ്മിൽ കാണുന്ന അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറച്ചുകൂടെ ആളുകൾ ഇപ്പോൾ പലർക്കും ഇതേ കണക്കുള്ള പല ചിന്തയുണ്ടാവും. അവർക്ക് പുറത്ത് പറയാനൊരു ബുദ്ധിമുട്ട്, സ്വന്തം വീട് തൊട്ട് ഒറ്റപ്പെടുത്തൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു ദൃശ്യത, ഒരു സൊസൈറ്റലായിട്ടുള്ള ഒരു ദൃശ്യത, ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗമേ ഉള്ളതായിട്ട് പോലും അവർ പരിഗണിക്കാറില്ല. ഞാനൊരിക്കൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരിക്കൽ ആൻ്റണിയുടെ പ്രചരണ വാഹനം പോവുകയാണ്. അപ്പോൾ അതിനകത്ത് മുഴങ്ങി കേൾക്കുന്നൊരു മുദ്രാവാക്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്തോട് പറഞ്ഞതൊക്കെ പറഞ്ഞൊരു നിരീശ്വരവാദികൾക്കും ഈ നാട്ടിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിരീശ്വരവാദികൾ ഇവരെ ഒരു അനൗൺസ്മെൻ്റാണ്. ആർക്കും എടുത്ത്
തട്ടാവുന്ന മീൻസ് അവർ തിരിച്ചവർക്ക് വികാരം വ്രണപ്പെടില്ല, പ്രതിഷേധമില്ല, ഹർത്താലില്ല, വഴിതടയലില്ല, കുറ്റിക്കടിയില്ല, കഴുത്തുവെട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ സിംപിളി, പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു വാദം ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹാർഡ് കോറായിട്ട് നിരീശ്വരവാദം പറയുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ അജ്ഞേയവാദികൾക്കും സന്ദേഹികൾക്കും മൃദുമതേതരം മൃദുവാദവാദം ഇവർക്കെല്ലാം നിലനിൽക്കാൻ ഒരു സ്പേസ് ഉണ്ടാണ്. ഇപ്പുറത്തെ ഒരു സംഗതി ഉണ്ട്. ഈ സംതിങ് ലൈക്ക് എന്താണ് ഒരു പബ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് 2 സ്ലൈസ് ഓഫ് ബ്രെഡിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ മീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് വെക്കേണ്ടത്. അപ്പോൾ ഒരു സ്ലൈസ് അവിടെ ഉണ്ട്, മതം നല്ല കട്ടിക്കുണ്ട്, മറുവശത്ത് വെച്ച് ഇത് അടയ്ക്കാൻ ഒരു സാധനം വേണ്ടേ. അപ്പോൾ അതാണ് ശരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു നായകൻ വില്ലൻ കൺസെപ്റ്റാണോ അത്? നായകനല്ല, നിങ്ങൾ ഈ പറയുന്ന നടുക്കാണ് എല്ലാവർക്കും ഇരിക്കാൻ, സ്വീറ്റായിട്ടിരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. ഇപ്പം നിങ്ങൾ തന്നെ കുറച്ച് മതത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഫയലും നീക്കം ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഇത്രയും സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ പോയിട്ടുണ്ട്, കുറേ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ പോയിട്ടുണ്ട് കുറേ ഫയൽ. കംപ്ലീറ്റ് പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ ഇല്ല ഇപ്പോൾ. അപ്പം അങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ ശരിക്കും മറുകര വേണ്ടേ. ഇതിനിടയ്ക്കെല്ലാം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? തീവ്ര മതം അല്ലെങ്കിൽ അപ്പോൾ ഒരു എത്തീസത്തിൻ്റേതായിട്ടുള്ള മതനിരാസത്തിൻ്റേതായിട്ടുള്ള ശാസ്ത്രബോധത്തിൻ്റേതായിട്ടുള്ള ഒരു സ്ലൈസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനെ മൂടുക എന്നുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് എസൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് എതിർപ്പുണ്ടാകും. നിങ്ങൾ പറയുന്നോണം ചാപ്പേടികളുണ്ടാകാം. സോ വി ഡോണ്ട് മൈൻഡ്. ഈ ഞാനീ പറഞ്ഞത് ഈ കടുത്ത മത അനുഭാവികളെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമല്ലോ, സംവാദത്തിൽ ഇരുത്തുമല്ലോ, ഇതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് എന്താണ്? മതവിശ്വാസികളോട് നമ്മൾക്ക് പരമമായ സ്നേഹമാണ്. മതവിശ്വാസികൾ നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യവും നമ്മളെപ്പോലെ തന്നെ അവകാശാധികാരങ്ങളും നമ്മളെക്കാൾ പലപ്പോഴും പ്രതിഭയും ധനവും ശേഷിയും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ അവർ വി ആർ എഗെയിൻസ്റ്റ് ദ സോഫ്റ്റ്വെയർ. അവരിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെതിരെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ആശയപരമായിട്ട്. ആ സോഫ്റ്റ്വെയർ എങ്ങനെയെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പരിഷ്കരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. മതവിശ്വാസിക്കെതിരെ ഒരു പോരാട്ടവും ഇല്ല. എല്ലാവരും തുല്യരായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇസ്ലാം ഈസ് ടോക്സിക് ബട്ട് മുസ്ലിംസ് ആർ ലവ്ലി എന്നാണ്. ഈ മുസ്ലിമിൽ നിന്ന് ഇസ്ലാം പോയി കഴിഞ്ഞാൽ അവൻ എക്സ് മുസ്ലിമായി, നിങ്ങളുടെ കണക്കനുസരിച്ച് അല്ലേ. അവൻ ആ എക്സൂടെ കളഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യനായി. മനുഷ്യൻ മീൻസ് സാധാരണ മനുഷ്യനാണ്. ഇപ്പോൾ മതത്തിലുള്ള ഒരു മനുഷ്യനല്ല എന്നുള്ള വാദം എനിക്കില്ല കേട്ടോ. മതം വെടിയും മനുഷ്യരാകും എന്നുള്ള മുദ്രാവാക്യം ഞാൻ ഉയർത്താറില്ല. മതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനുഷ്യരാണ്. പക്ഷേ ഈ ബിക്കോസ് ഓഫ് ദിസ് ഒരു എറോണിയസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊരു മാൽവെയറാണ്. ആ മാൽവെയർ നിങ്ങൾ മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കുക. മാൽവെയർ ആണെന്ന് അവർക്ക് തോന്നുന്നില്ല. അവരത് അഭിമാനത്തോടെ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയധാര ആവശ്യമാണ്. എ കറണ്ട് ഓഫ് ഐഡിയാസ് ദാറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ ടു ബിൽഡ് ദംസെൽസ്. ഇത്തവണത്തെ നമ്മുടെ സ്ലോഗൻ, ലിറ്റ്മസിൻ്റെ സ്ലോഗൻ മത ഇടങ്ങൾ കൂടുതൽ മതേതരമാകണം, മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാകണം, മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാകണം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. മത ഇടങ്ങൾ കൂടുതൽ മതേതരമാകണമെന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ തന്നെ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ഉള്ളത് മത ഇടങ്ങളാണെങ്കിലും അത് കുറച്ചുകൂടെ മതേതരമാകുമ്പോൾ എല്ലാവരും വന്ന് പോട്ടെ, ദൈവത്തെ എല്ലാവരെയും സൃഷ്ടിച്ചതല്ലേ. ആ രീതിയിലുള്ള ചില വിട്ടുവീഴ്ചകൾ മതത്തിൻ്റെയും വ്യക്തികളിൽ നിന്നും ഉണ്ടാകുക എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ്. മതപരമായിട്ടുള്ള എന്താണ് അയഞ്ഞു വരിക, റിലാക്സേഷൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. ശബരിമല സ്ത്രീകളും വന്ന് പോയിക്കോട്ടെ. യെസ് യു ഹിറ്റ് ദ ബുൾസൈ. അതാണ് മത ഇടങ്ങൾ മതേതരമാകുക, കൂടുതൽ മതേതരമാകുക. ഇനി മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാകണം. കാരണം മതേതര ഇടങ്ങൾ എന്ന് പറയുന്ന പലയിടത്തും ഇപ്പം ഈശ്വര പ്രാർത്ഥന, നമ്മളെല്ലാം കൂടെ കയറി നിന്നിട്ട് ആദ്യമേ എല്ലാവരും എഴുന്നേറ്റ് പിന്നെ മൗന പ്രാർത്ഥന, ഇത് മതത്തിൻ്റെ എലമെൻസ് ആണ്. ആരോടായി പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന ചൊല്ലിക്കൂ, അതിൽ മതം വേണ്ട. ഇല്ല, പ്രാർത്ഥന എന്തിനാണ്? പ്രാർത്ഥന ഈസ് ബെഗിങ്. വൈ ഡു യു ബെഗ് വെൻ യു ഹാവ് ഓൾമോസ്റ്റ് എവറിത്തിങ്? ഒരു തോർത്ത് പിരിച്ചിടലല്ലേ ഈ ജീവിതകാലം മുഴുവൻ, ഒരു തോർത്ത് പിരിച്ചിടുന്നതല്ലേ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവനിഷേധമല്ലേ പ്രാർത്ഥന? ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ലേ. പിന്നെ നേർച്ച എന്ന് പറയുന്നതും വഴിപാടെന്ന് പറയുന്നതും കൈക്കൂലിയല്ലേ. കൈക്കൂലി ജീവിതകാലം മുഴുവൻ കൊടുക്കുന്നവന് അഴിമതിക്കെതിരെ പോരാടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആശയപരമായി ഇതൊന്നും ഉള്ളതല്ല, അതും ഉള്ളതല്ല, ഇതും ഉള്ളതല്ല. രണ്ടും നിങ്ങളൊരു കാര്യം പറയുന്നത്, നിങ്ങൾ ആജീവനാന്ത കൈക്കൂലി കൊടുക്കുന്നവരുത്തനാണ് മതവിശ്വാസി, ആജീവനാന്തം ഭിക്ഷ എടുക്കുന്നവനാണ് മതവിശ്വാസി എന്ന്. അവൻ ഈ കൈ എപ്പോഴും ഇങ്ങനെയല്ലേ, തരൂ കൊടുക്കൂ എന്നുള്ളതാണ്. നമ്മൾ എസൻസ് പറയുന്നത് ദത്ത, ദയത്വം, ദമ്യത. അത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലെ 3 വരികളാണ്. കൊടുക്കുക, ടു ബി ഇൻ കൺട്രോൾ ഓഫ് യുവർ സെൽഫ് കൺട്രോൾ ആൻഡ് ടു ബി കമ്പാഷനേറ്റ് ടു അതേഴ്സ്, ദയത്വം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കൊടുക്കലാണ്, അല്ലാതെ തരൂ അല്ല.
മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാകുക അതിലൂടെ മതരഹിത ഇടങ്ങൾ കൂടെ പല മതരഹിത ഇനങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലർ സപ്പോസ് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിസം മതരഹിതമായിരുന്നു, പക്ഷേ അത് മാനവികമായിരുന്നില്ല. സ്റ്റാലിൻ കൊന്നു തള്ളിയത്, മാവോ കൊന്നു തള്ളിയത്, പോൾപോട്ട് കൊന്നു തള്ളിയത് എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ കില്ലർ മെഷീൻസ് ആയിരുന്നു ഇതെല്ലാം. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഐഡിയോളജി, ഏറ്റവും ഡിവൈസീവായിട്ടുള്ള ഐഡിയോളജി, മനുഷ്യന് എതിരായിട്ടുള്ള ഐഡിയോളജിയാണ് കമ്മ്യൂണിസം. അപ്പോൾ അത് ശരിക്കും ദേ ക്യാൻ സേ ദാറ്റ് ദേ ആർ നോട്ട് റിലീജിയസ്, ബട്ട് ദേ ആർ റിലീജിയസ് ഇൻ അനദർ സെൻസ്. അതൊരു എന്താ പറയുന്നത്, ഈ ഇതേപോലുള്ള റിലീജിയനല്ല, ബട്ട് ആക്ച്വലി റിലീജിയൻ പോലെയാണ്. അവരുടെ ബുക്കുണ്ട്, പ്രവാചകനുണ്ട്, ആളുണ്ട്, പാർട്ടിഗ്രാം, എല്ലാ ഉത്സാഹനമുണ്ട്. അപ്പം അവിടെ മതേതരം ആണ് അല്ലെങ്കിൽ മതരഹിതമാണ്, എത്തീസ്റ്റുകളായിരിക്കും. സ്റ്റാലിൻ ഒരു എത്തീസ്റ്റായിരുന്നു, പള്ളിയിൽ പഠിച്ചൊക്കെ പോയ ആളാണെങ്കിലും പിന്നീട് അവർ പിന്നെ മതങ്ങളെ അവർ അടിച്ചമർത്തും. അപ്പോൾ ചൈനയിൽ ചെയ്യുന്നോണം അവർക്ക് ഖുറാൻ വായിക്കാൻ പറ്റില്ല, നോയമ്പ് പിടിക്കാൻ പറ്റില്ല. അവിടെ ക്രിസ്ത്യൻസിന് തന്നെ അണ്ടർഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. ദേ മേ ബി അഗെയിൻസ്റ്റ് റിലീജിയൻ ഇൻ ദാറ്റ് സെൻസ്. ദേ ആർ irreligious or they are anti-religious, but they are not humane. Humanistic അല്ല അവർ. അതാണ് പറഞ്ഞത് മതരഹിത ഇടങ്ങൾ മാനവികമാകുക, മത ഇടങ്ങൾ മതേതരമാകുക, മതേതര ഇടങ്ങൾ മതരഹിതമാകുക, മതരഹിത ഇടങ്ങൾ മാനവികമാകുക. ഇതാണ് എസൻസ് ഗ്ലോബൽ മുന്നോട്ട് വെക്കുന്ന ഒരു നമ്മുടെ ഒരു സ്റ്റാൻസ്. അതാണ്. ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്ന ചർച്ചകളിൽ സാറിനോട് ഒരു ചാനൽ ചർച്ചയിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, ചോദിക്കുമ്പം സ്ത്രീ പ്രവേശനത്തെ പറ്റി ചോദിക്കുമ്പോൾ സാർ പറയുന്ന മറുപടി ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ്, അത് വിഷയമല്ല എന്നാണ് സാർ പറഞ്ഞത്. യെസ്, ഓഫ് കോഴ്സ്. സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവിടെ എൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്താണ്? ഇപ്പോൾ എൻ്റെ രീതി കൺസേൺ അങ്ങനെയല്ല ഞാൻ പറയും, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ചോദ്യത്തിൽ എനിക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്ത്രീകൾ കൂടി ശബരിമലയിൽ പോകുന്നതുകൊണ്ട് ആക്ച്വലി ദേ ഡോണ്ട് സ്റ്റാൻഡ് ടു ബെനിഫിറ്റ് എനിത്തിങ്. സ്ത്രീകൾക്കൊരു ഗുണവുമില്ല. അതേസമയം ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ഗുണമുണ്ട്. അവർക്ക് സ്വത്തവകാശം കിട്ടുന്നു, തുല്യത കിട്ടുന്നു. സ്ത്രീ ഭാര്യ എന്ന് പറയുന്നത് അരഭർത്താവ്, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് അരപുരുഷൻ എന്നുള്ള സംഗതി മാറുന്നു. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഈ സ്ത്രീകളെല്ലാം കൂടെ ശബരിമലയിൽ പോകുമ്പോൾ അവിടുത്തെ ബിസിനസ് കൂടും, അത് കൂടുതൽ ഇതാവും. സ്ത്രീകൾക്ക് ഇപ്പം തന്നെ അവർ ഒരു കെട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ ഒരു വൺ മോർ അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് അതിനൊന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. സാറ് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമൊന്നുമില്ല, പക്ഷേ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ നീ പോകുന്നിടത്ത് എനിക്കും വരണം. ഞാനൊരു 2 മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണം അതിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. ജയിക്കുമ്പോൾ തോൽക്കുമെന്ന പോരാട്ടം എന്നാണ് അതിൻ്റെ പ്രഭാഷണം. അതിനകത്ത് ആദ്യമേ നമ്മൾ പറയുന്നുണ്ട്, ഈ ശബരിമലയിലെ കോടതി വിധി നമ്മൾ അംഗീകരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്താണ്, ബേസിക്കലി അതൊരു പൊതു ഇടമാക്കുന്നതാണ്, മതേതരമാക്കുന്നതാണ്, ലിംഗനീതിയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ ഗുഡ് ആൻഡ് ഫൈൻ, അത് നടപ്പിലാക്കുക. പക്ഷേ അതിനായിട്ട് നമ്മൾ സമരം ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം എന്താണ്, അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ മല കയറ്റുക എന്നുള്ളതിൽ അതിനകത്ത് വരുന്നത്. അതായത് ഇതുവരെ അതിനകത്ത് ഇടപെടാതിരുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകളെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കുക എന്ന് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കും ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ല, മൊത്തത്തിലും ഗുണമില്ല. അല്ല, അത് ഈ എല്ലാ മതവ്യാപാരങ്ങളുടെയും ഭാഗമായിട്ട് സർക്കാരിന് കിട്ടുന്ന ടാക്സിൻ്റെ ആ തരത്തിൽ അതിനെ ആണ് സാർ ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും എല്ലാ കാര്യത്തിലും തുല്യത വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഇതാണ്. ഇപ്പോൾ അത് വിഷം കഴിക്കാനുള്ള അവകാശത്തിലും തുല്യത വേണം, ആത്മഹത്യ ചെയ്യാനുള്ള അവകാശത്തിലും തുല്യത വേണം, ഈ ഇത് ചെയ്യാനുള്ള അവകാശം തുല്യത വേണം. ഞാൻ കൺഫ്യൂഷൻ ഇതിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഇല്ല ആ പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം ട്രാൻസ്ജെൻഡേഴ്സിനും, അത് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, 1-2 തവണയല്ല. ട്രാൻസ്ജെൻഡർ ആയാലും സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കെല്ലാം തുല്യമായിട്ടുള്ള അവകാശാധികാരങ്ങൾ വേണം. പക്ഷേ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകുന്നത് ആ ഒരു അവകാശം അനുവദിച്ച് കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് ജെൻഡർ ജസ്റ്റിസ് അതൊക്കെയാണ്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് മറുവശത്ത് നോക്കുമ്പോൾ അതൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അംബേദ്കർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അമ്പലത്തിൽ കയറാനായിട്ടുള്ള അവകാശത്തിനായിട്ട് ദളിതർ സത്യാഗ്രഹം ചെയ്യുമ്പം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവർ അടച്ചിട്ടു. അപ്പം നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ യു ലൂസ് നത്തിങ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടുന്നത് രാഷ്ട്രീയ അവകാശങ്ങളാണ്, മറ്റധികാരങ്ങളാണ്, സോഷ്യൽ പ്രിവിലേജസ് ആണ്. അല്ലാതെ അമ്പലത്തിൽ പോയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വീണ്ടും ബ്രാഹ്മണൻ്റെ അടിമയാവുകയുള്ളൂ. അയ്യങ്കാളി അതല്ലേ പറഞ്ഞത്? അയ്യങ്കാളിയോട് ഗാന്ധിജി ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ രാജാവ് വലിയ ആളല്ലേ, പുള്ളി എല്ലാവരെയും അമ്പലത്തിൽ കയറാൻ അനുവദിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അയ്യങ്കാളി പറയുന്നത്, എൻ്റെ ജനം അമ്പലത്തിൽ പോവുകയല്ല വേണ്ടത്, അവരിൽ നിന്നൊരു 10 BA ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്നാണ് പുള്ളി പറയുന്നത്. മനസ്സിലായി? സോഷ്യൽ റീഫോർമേഷൻ എന്ന് പറയുന്നതും നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് ഈ അമ്പലത്തിലേക്ക് ആളുകളെ അടിച്ചു കയറ്റലല്ല, ഈ പോകാത്തടത്ത് സ്ത്രീകൾ പോകലുമല്ല. മനസ്സിലായില്ലേ? ഈ ലിംഗനീതി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ തന്നെ ഉൾട്ടയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കുന്നത്.
ഓക്കെ അവർ പോകും, അവർക്കുള്ള അവകാശം ഉണ്ടാവണം, പക്ഷെ അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വിഷം കഴിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാവണം, പക്ഷേ എല്ലാവരും വിഷം കഴിക്കണം അല്ലെ മദ്യം കഴിക്കണം എന്നുള്ള വാദം എനിക്കില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ വാദം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പം അതാണ് ഞാൻ പറയുന്നത്, ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത്തരമൊരു പോരാട്ടത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ ലിറ്റ്മസിൻ്റെ പുതിയൊരു എപ്പിസോഡ് വരികയാണ്. കൂടുതൽ ആൾക്കാർ ഇൻ്റർവ്യൂവിന് മുമ്പ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പം എത്ര പേര് സ്വതന്ത്ര ചിന്തകരായിട്ടൊക്കെ വന്നു വെച്ചാൽ സാർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് കാണിച്ചു തന്നെ. ഏതാണ്ട് 2000-ലേറെ ആൾക്കാരാണ്, 4000-ലേറെ ആൾക്കാരാണ് ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ മൂവ്മെൻ്റായിട്ട് മാറും എന്നാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ വലിയൊരു മൂവ്മെൻ്റായിട്ട് മാറും എന്നാണ് എസെൻസ് പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ ഞാൻ ലാപ്പിൻ്റെ മുന്നേ നിന്നപ്പോൾ ബിനോയ് അവിടെ നിന്നോണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇത് എത്ര പേര് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഇത് പറഞ്ഞോ എന്താണ് ഈ മതങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആൾക്കൂട്ടം പോലെ എന്നുള്ള ഒരു ആൾക്കൂട്ടം ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല തൽക്കാലം. ഇല്ല. ഇതിപ്പോൾ അവിടെ വരുന്ന ആളുകളെല്ലാം തന്നെ 480 രൂപ അടച്ച് ഓൺലൈനിൽ ഒരു ദിവസവും കളഞ്ഞ് കോഴിക്കോട് വരെ യാത്രയും ചെയ്ത് വരുന്ന അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളാണ് അവിടെ വരുന്നത്. പക്ഷേ ദാറ്റ് മീൻസ് ദാറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇപ്പോൾ ബിനോയ് കൃഷ്ണൻ വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ യാത്ര ചെയ്യാൻ പറ്റില്ല, പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡിക്കേറ്റീവ് ഓഫ് എ റിയാലിറ്റിയാണ്. ഇതൊരു സിമ്പലാണ്. അത്രയും സാധാരണ ഇതിൽ ഞാനൊക്കെ ആദ്യം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞ കസേരകളെ നോക്കിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പഞ്ചായത്തിൽ ഒരാൾ പറയുമല്ലോ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്തിൽ എത്തിയിസ്റ്റാര എന്ന് ചോദിക്കുന്ന രീതിയിൽ വിരളമായിട്ട് ഇത്തരം ആളുകളൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ചെന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ, ഞാൻ 2007 ചെന്നപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു പ്രൊഫസർ അവരെനിക്ക് ചോദിച്ചു, രവി എത്തിയിസ്റ്റാണോ? ഞാൻ പറഞ്ഞാണ്. അല്ല ശരിക്കും എത്തിയിസ്റ്റാണോ, അല്ലാതെ അജ്ഞേയവാദി ഇടയ്ക്ക് നിൽക്കുന്ന മറ്റേ മൃദു മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു അങ്ങനല്ല, എത്തിയിസ്റ്റാണ്. അപ്പോൾ തീർത്തും അങ്ങ് ഉറപ്പായ ഒരാളാണോ? ശരിക്കും മുതലാളി തന്നെയാണ് ആ രീതിയിൽ. ഞാൻ പറഞ്ഞു ആണ്, എന്ത് പറ്റി? അല്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എത്തിയിസ്റ്റിനെ നേരിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞു ശരി, ആക്കിയതാണ് എന്നെ. ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തു, കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ ആളുകൾ ഇതിനോട് ഐബ്രോസ് റേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് പറയത്തില്ല. ഇപ്പോൾ പിള്ളേരൊക്കെ വളരെ കൃത്യമായിട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പബ്ലിക്കായിട്ട് ഒരു സർവേ ഒക്കെ നടത്തിയാലും ഒരു മതത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഇറങ്ങി നോക്കൂ, നിങ്ങൾ തെരുവിൽ ഇറങ്ങി നോക്കൂ. ഒരു 3-4 കുട്ടികളെങ്കിലും 10 പേരെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ 3-4 കുട്ടികളെങ്കിലും ഇത് വേണ്ടാത്തതാണ്. മതത്തെ നിരസിക്കുന്നവരുണ്ടാവും, ദൈവത്തെ നിരസിക്കുന്നവരുണ്ടാവും. ബട്ട് സ്റ്റിൽ ദേ കണ്ടിന്യൂ. അത് അവരുടെ സോഷ്യൽ പ്രഷറാണ്. ബിക്കോസ് മാൻ എൻഡ് ഓഫ് ദ ഡേ അവൻ വളരെ നിസ്സഹായനായ ഒരു ജീവിയാണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ജീവിയാണ്. കുറച്ച് പൈസയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ശരിക്കും ഇതിനെ നേരിടാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ ബുൾ. You don't have a male, you don't have any weapons. So ഞാൻ അങ്ങനെയുള്ള ആളുകളെ കുറ്റപ്പെടുത്തുകയില്ല. അതാണ് നമ്മളുടെ ഒരു ഏറ്റവും യാഥാർത്ഥ്യബോധമുള്ള നിലപാട്. ആരെങ്കിലും മതത്തിൻ്റെ മുന്നിൽ പ്രതികരിക്കാനാവാതെ കീഴടങ്ങി പോകുന്ന മനുഷ്യരെ നോക്കി പരിഹസിക്കുന്ന രീതി എനിക്കില്ല. കാരണം അവർക്ക് സാധിക്കുന്നില്ല, എനിക്ക് സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഈ വീട് തന്നെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അല്ല, വേറൊരു കാര്യങ്ങളുണ്ട് സാർ, ഈ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മയുള്ള, ദാരിദ്ര്യമുള്ള, അസംതൃപ്തിയുള്ളൊരു നാടാണ്. അവർ വേറൊരു നിവൃത്തിയില്ലാതെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത് വലിയ തെറ്റുണ്ടോ എന്നൊരു ചോദ്യം കൂടെ ലളിതമായിട്ട് ഞാൻ ചോദിക്കാം. അല്ല, എൻ്റെ ഈ ഫോൾഡഡ് ഹാൻഡ്സ് ഒരിക്കലും ഒരു പരിഹാരമല്ല. വർക്കിംഗ് ആയിട്ടുള്ള ഹാൻഡ്സാണ്. യു ഹാവ് ടു ഡു വർക്ക് വിത്ത് യുവർ ഹാൻഡ്സ്, നോട്ട് ഫോൾഡിങ്. ഫോൾഡിങ് ഒരു സബ്മിഷനാണ്. അടിമത്തം എന്ന് പറയുന്നത് ഒരു തെറ്റായ ബോധമാണ്. ഇപ്പോൾ ഇസ്ലാം തന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമയെന്ന് പറയുന്നത്. അബ്ദുള്ള. ഇപ്പം ഈ അടിമത്തം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യൻ കഴിയേണ്ടുന്ന ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദു എന്ന് പറഞ്ഞാൽ അടിമയെന്നർത്ഥം, അള്ളാഹുടെ അടിമയാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതേപോലെയുള്ള സംഗതി പാർട്ടിക്ക് അടിമയായിട്ട് ഞാൻ ജീവിക്കും, പാർട്ടിയാണ് എനിക്ക് പ്രധാനം, ഞാനൊരു ചുക്കുമല്ല, എല്ലാം പാർട്ടിയാണ്, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ഇങ്ങനെ ഒരു ബോധം തന്നെ മനുഷ്യന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ബ്രൈവ് കൊടുക്കരുത്, ബെഗ് ചെയ്യരുത്, അടിമയാകാതിരിക്കുക. നമ്മൾ അതുപോലെ തന്നെ ബ്രാഗ് ചെയ്യാതിരിക്കുക. നമ്മൾ 3 ബിയുടെ കാര്യം, ബ്രാഗ് എന്ന് പറഞ്ഞാൽ തള്ള്, നമ്മുടെ മോദിയുടെയൊക്കെ തള്ള് പറയുന്നത്, തള്ളാതിരിക്കുക. എൻ്റെ ദൈവം നിൻ്റെ കൊഴിയുന്ന ഓരോ മുടിയുടെ പോലും കണക്ക് അവൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബെഗ് ചെയ്യാതിരിക്കുക, ബ്രാഗ് ചെയ്യാതിരിക്കുക, ബ്രൈവ് ചെയ്യാതിരിക്കുക, അടിമയാകാതിരിക്കുക. ഇതൊരു മനുഷ്യനോട് ചിന്താപരമായി നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. എസൻസ് ഗ്ലോബലിൽ നിങ്ങൾ ഏത് പ്രഭാഷണം നോക്കുക, നമ്മൾ ഈ 4 കാര്യങ്ങൾ. ഡോണ്ട് ബി എ സ്ലേവ് ടു, ബിക്കോസ് യു ആർ നോട്ട് എ സ്ലേവ്, യു ആർ എ ഫ്രീ ബീയിങ്. You can have the options, just utilize them. എല്ലാ ഓപ്ഷൻസൊന്നും നമുക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യക്കാരനാകുക എന്നുള്ളത് നമ്മുടെ ഒരു
ചില പറയും ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടാണ് എനിക്ക് അമേരിക്കക്കാരനാവാൻ പറ്റാത്തത്. ശരിയാണ്, നിങ്ങളിവിടെ ജനിച്ചു പോയി. സോ ദർ ആർ limitations and restraints are there, constraints are there, but still you have so many options. ഒരു പാർട്ടി ചേരണ്ടാന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലേ? ഈ മതം ഫോളോ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലേ? ഈ വസ്ത്രം ധരിക്കണോ അല്ലെ ഈ ആഹാരം കഴിക്കണോ, പന്നിയെ കഴിക്കാമോ പശുവിനെ കഴിക്കാമോ, ഇതിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനില്ലേ? ആ ഓപ്ഷൻ യൂസ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ബേസിക്കലി നമ്മളൊരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം. പ്രൊവൈഡഡ് നിങ്ങളൊരു പാർട്ടി ഗ്രാമത്തിലോ മതഗ്രാമത്തിലോ അല്ല ജീവിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ഇത്തരം ഗ്രാമങ്ങളുണ്ടാകുന്നത്. മതഗ്രാമം പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം ഇല്ല. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് പണ്ട് പേർഷ്യൻസ്, അവർ സ്വരാഷ്ട്രീയം എന്ന് പറഞ്ഞ വേറൊരു മതമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇസ്ലാം ഒക്യുപ്പൈ ചെയ്യണം. ആ സ്ഥലം ഒന്ന് തന്നെയാണ്, ആളുകൾ ഒന്ന് തന്നെയാണ്. ഇതാണ് മാറുന്നത്. ഈ പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമം പ്രത്യേകിച്ച് ആളുകൾക്ക് കൊമ്പും പാലും ഒന്നും ഇല്ലല്ലോ. അവിടെ ഈ ഒരു സംഗതി ഐഡിയോളജിക്കലായിട്ടാണല്ലോ പോകുന്നത്. നമ്മൾ ഈ ഐഡിയയെ ബദൽ ചെയ്യാനാണ് പോകുന്നത്. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് ദ പീപ്പിൾ, നോട്ട് അഗെയിൻസ്റ്റ് ദ പ്ലേസ്, നോട്ട് അഗെയിൻസ്റ്റ് ദ ലാംഗ്വേജ്, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഐഡിയസ്. എന്തായാലും സി മലയാളം ന്യൂസിനൊപ്പം ഇത്രയും നേരം ചിലവിട്ടതിൽ നന്ദി. വലിയ സന്തോഷം സാറിനോടൊപ്പം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.